സഹോദരി സഹോദരന്മാരെ, ഇന്ന് ദൈവത്തിൻ്റെ വചനം സംസാരിച്ച കർത്തൃഭൃത്യൻ, ഞാൻ ഷാർജയിൽ വന്നപ്പോൾ താമസിക്കുന്നത് ഷാർജ IPC സഭയിലെ സജീവാംഗമായ പ്രിയ സിബിൻ കെ രാജൻ്റെ കൂടെയാണ്. സിബിൻ എൻ്റെ കൂടെയുണ്ട്. സിബിൻ IPCയിലെ ഒരു സീനിയർ മിനിസ്റ്ററായ പാസ്റ്റർ കെ രാജൻ്റെ മകനാണ്. അദ്ദേഹം ഞങ്ങളുടെ പാസ്റ്ററായിരുന്നു. ആ കാലം മുതലുണ്ടായ സ്നേഹവും ആ ബന്ധവുമാണ് ഞങ്ങളെ വീണ്ടും ഒരുമിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഞാൻ പാർക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ഒരു നഴ്സാണ്. അവർ ഡ്യൂട്ടിക്ക് പോയിരിക്കുന്നു. സ്തോത്രം. അങ്ങനെ നിങ്ങളോടൊരുമിച്ച് ആരാധിക്കാനായിട്ട് ഇന്ന് രാവിലെ ഇവിടെ എങ്ങനെ എത്തിച്ചേരണമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ സിബിനാണ് മനസ്സോടുകൂടെ എന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഞങ്ങൾ ഒരുമിച്ചായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം തന്ന ശ്രേഷ്ഠമായ അവസരത്തിനായി സ്തോത്രം ചെയ്തു. എൻ്റെ പേര് കർത്താവിൻ്റെ ദാസൻ ഇവിടെ പ്രസ്താവിച്ചു. ജോയി പെരുമ്പാവൂർ, സ്വദേശം പെരുമ്പാവൂരാണ്. ഞാൻ എൻ്റെ വചന പഠനത്തിന് ശേഷം ശുശ്രൂഷ ആരംഭിച്ചത് ഹോസ്പിറ്റൽ മിനിസ്ട്രീസ് ഇന്ത്യയുടെ ഓഫീസ് സ്റ്റാഫായിട്ടാണ്. അതിനുശേഷം IPCയുടെ ശുശ്രൂഷകനായിട്ട് ദീർഘമായ 4 നൂറ്റാണ്ടിലധികം IPC തൃശ്ശൂർ ഈസ്റ്റ് സെൻട്രലിലെ ഒറ്റ സെൻട്രൽ വിവിധ സഭകളിൽ ശുശ്രൂഷിച്ചു. 2017 IPCയുടെ കേരള സ്റ്റേറ്റ് നേതൃത്വം എന്നെ ഒരു സെൻറ്ററിൻ്റെ ചുമതല തന്ന് ഇടുക്കിയിലേക്ക് അയച്ചു. IPC ഇടുക്കി നോർത്ത് സെൻറ്ററിൻ്റെ ചുമതല വഹിച്ചുകൊണ്ട് ഞാനിപ്പോൾ ആയിരിക്കുന്നു. 8 വർഷമായി. അടിമാലി പട്ടണത്തിലാണ് ഞാൻ താമസിക്കുന്നത്. ഒപ്പം ആ ദേശത്തുള്ള 6 സെൻറ്ററുകൾ ചേർന്ന ഇടുക്കി നോർത്ത് മേഖലയുടെ ഒരു ശുശ്രൂഷ കൂടെ അധ്യക്ഷനായിട്ട് കൂടെ ആ സഭകൾ എന്നെ നിയമിച്ചിട്ടുണ്ട്. ഇത് ഞാൻ വലിയ പുള്ളിയാണെന്ന് പറയാൻ വേണ്ടി പറഞ്ഞതല്ല, ജസ്റ്റ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തിയതാണ്. എനിക്കിതൊക്കെ വിശദീകരിക്കാനുള്ള ഏറ്റവും ഇഷ്ടം ദൈവത്തിൻ്റെ വചനം പങ്കിടുന്നതാണ്. ഇന്ന് ഈ പകലിലെ ചിന്തയ്ക്ക് വേണ്ടിയിട്ട് മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 40-ാമത്തെ വാക്യം, 35ഉം 40ഉം വാക്യങ്ങൾ. അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോക എന്ന് അവൻ അവരോട് പറഞ്ഞു. 40-ാം വാക്യം കൂടെ. പിന്നെ അവൻ അവരോട്, നിങ്ങളിങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു. കരങ്ങൾ ഉയർത്തിയ വചനത്തിനായൊരു സ്തോത്രം പറഞ്ഞാട്ടെ. പോരാ, വായ് തുറന്ന് സ്തോത്രം പറയണം. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോക എന്നവൻ അവരോട് പറഞ്ഞു. Let us cross over to the other side എന്നാണ് ഇംഗ്ലീഷിൽ അത് എഴുതിയിരിക്കുന്നത്. ട്രാൻസ്ലേഷനിൽ ഇച്ചിരി വ്യത്യാസമൊക്കെ കാണും. Let us pass over to the എന്ന് കാണും. Let us cross over to the എന്ന് കാണും. Let us go to other side എന്നും കാണും സിമ്പിളായിട്ട്. പക്ഷെ അവിടെ പൊതുവായൊരു പ്രയോഗമുണ്ട്, അതർ സൈഡ്, അക്കരയ്ക്ക് പോകുക. അവിടെ നിന്നുകൊണ്ട് ആ ഇംഗ്ലീഷ് പദത്തെ എടുത്തുകൊണ്ട് ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. ജീവിതത്തിന് ഒരു അതർ സൈഡുണ്ട്, ഒരു മറുവശം. ഒരു വശത്ത് ആരാധന, ഒരു വശത്ത് സ്തോത്രം, ഒരു വശത്ത് സ്തുതി, സന്തോഷം, വിടുതല്, ആമേൻ, അത്ഭുതങ്ങൾ, കൂട്ടായ്മ, ആനന്ദം ഒക്കെ നല്ലതാണെങ്കിലും അതിനൊരു മറുവശമുണ്ട്. ആ മറുവശത്ത് പരിശോധനയുടെ ഒരു മറുവശം. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇത് രണ്ടും ചേർന്നതാണ് ക്രിസ്തീയ ജീവിതം. എപ്പോഴും ആനന്ദമാണ്, അപ്പോൾ തന്നെ മറുവശത്ത് പരിശോധനയുണ്ട്. ആമേൻ. ദൈവം നമ്മളെ കഠിനമായ ചില ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുവാൻ അനുവദിക്കും. സ്തോത്രം. എന്നാൽ നമ്മളെ തകർത്ത് കളവാനല്ല, നമ്മളെ പണിതെടുക്കാനാണ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? നമ്മുടെ കർത്താവ് ഒരിക്കലും നമ്മൾ തകരണമെന്ന് ആഗ്രഹിക്കുന്നവനല്ല. സ്തോത്രം. നമ്മുടെ പരാജയം ഇഷ്ടപ്പെടുന്നവനല്ല. നമ്മൾ തോൽക്കണമെന്ന് നമ്മുടെ കർത്താവിന് ഇഷ്ടമില്ല. നമ്മൾ ജയിച്ചു നിൽക്കാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. പക്ഷേ പരീക്ഷ എഴുതാതെ ഒരു കുട്ടിക്ക് ജയിക്കാൻ ഒക്കത്തില്ല.
പ്രൈസ് ദി ലോർഡ്. പരീക്ഷ അഭിമുഖീകരിച്ചേ മതിയാകൂ. ആമേൻ. ചെറിയ പരീക്ഷയാണെങ്കിൽ ചെറിയ ജയങ്ങളാണ്, വലിയ പരീക്ഷ എഴുതുമ്പോൾ വലിയ ജയമാണ് കിട്ടുന്നത്. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ. വലിയ പരീക്ഷ എഴുതുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരെക്കുറിച്ച് ദൈവത്തിന് വൻ പദ്ധതികളാണുള്ളത്. ഹല്ലേലൂയ. ആമേൻ. IAS പാസ്സാകാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, പക്ഷേ അത് പാസ്സായി കഴിഞ്ഞാൽ നീ എത്തിച്ചേരുന്ന ഒരു വലിയ പൊസിഷനിലാണ്. അത് തിരിച്ചറിയുന്ന ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം. അവിടെ എഴുതിയിരിക്കുന്നത് എന്തുവാ? അന്ന് സന്ധ്യയായപ്പോൾ, ഇംഗ്ലീഷിൽ ദാറ്റ് സെയിം ഡേ, അതേ ദിവസം തന്നെ, അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോക എന്നവൻ അവരോട് പറഞ്ഞു. സ്തോത്രം. എന്താണ് ആ ദിവസത്തിൻ്റെ പ്രത്യേകത? ആ ദിവസത്തിൻ്റെ പ്രത്യേകത അന്ന് മുഴുവൻ ബൈബിൾ ക്ലാസ് ആയിരുന്നു. സ്തോത്രം. പകൽ മുഴുവൻ കർത്താവ് പഠിപ്പിക്കുകയായിരുന്നു. വിവിധ വിഷയങ്ങളാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. സ്വർഗരാജ്യത്തെ സംബന്ധിച്ച്, ക്രിസ്തീയ ജീവിതത്തെ സംബന്ധിച്ച് വളരെ ആഴത്തിൽ കർത്താവ് ബൈബിൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. സ്തോത്രം. ഒന്നാമത്തെ ക്ലാസ് എന്തുവാ? നമുക്ക് 4-ാം അധ്യായം മുതൽ വായിക്കുമ്പോൾ കർത്താവ് പഠിപ്പിച്ചത്, ആമേൻ, എല്ലാം വായിച്ച് നമുക്ക് ധ്യാനിക്കാൻ സമയമില്ല. ആമേൻ. ഞാനങ്ങ് പറഞ്ഞേക്കാം. കർത്താവ് പറഞ്ഞത് വിതയ്ക്കുന്നവൻ്റെ ഉപമയാണ്. വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. സ്തോത്രം. ആമേൻ. വിതയ്ക്കണമെന്ന് അകത്ത് താല്പര്യമുള്ളവൻ അടങ്ങിയിരിക്കുകയില്ല, അവൻ പുറപ്പെടുക തന്നെ ചെയ്യും. ഒരു സ്തോത്രം പറഞ്ഞാട്ട്. ആമേൻ. ഹല്ലേലൂയ. വീട്ടിലിരുന്നാൽ വിത നടക്കുകയില്ല, പുറപ്പെടുന്നവനെ വിതയ്ക്കാൻ ഒക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എവിടെ ജനങ്ങളുണ്ടോ, അവിടെ ദാഹമുള്ളവരുണ്ട്, എവിടെ വയലുണ്ടോ, ആമേൻ, അവിടെ വിതയ്ക്കാൻ ഇറങ്ങി പുറപ്പെടുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മുടെ വയൽ എന്ന് പറയുന്നത് മനുഷ്യ പാർപ്പുള്ള ഇടങ്ങളാണ്. ആമേൻ. മനുഷ്യരാണ് വയല്. സ്തോത്രം. അവിടെ വചനം വിതയ്ക്കാൻ നിയോഗിക്കപ്പെട്ടവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടപ്പോൾ, ആമേൻ, വിതച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലത് വഴിയരികെ വീണു, ചിലത് പാറസ്ഥലത്ത് വീണു, ചിലത് മുള്ളുകൾക്കിടയിൽ വീണു, ചിലത് നല്ല നിലത്ത് വീണു. സ്തോത്രം. വളരെ ആഴമേറിയൊരു പഠനമാണ്. അതിൻ്റെ എല്ലാ ആ വ്യാഖ്യാനത്തിലേക്കും പോകാൻ സമയമില്ല, ഉപരിതലത്തിലൂടെ പറഞ്ഞു പോകുകയാണ്. സ്തോത്രം. ചിലത് വഴിയരികെ വീണു, അവിടെ വിതച്ചതല്ല, പക്ഷെ തെറിച്ചു വീണതാണ്. സ്തോത്രം. അങ്ങനെ വഴിയരികെ വീണത് പറവകൾ കൊത്തിക്കൊണ്ടുപോയി. കർത്താവ് യേശു തന്നെ അതിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു. ആ പറവകൾ പിശാചാണ്, അത് സാത്താനാണ്, സാത്താന്യ മോഹങ്ങളാണ്. ആമേൻ. നമ്മുടെ ജീവിതത്തിനകത്ത് പറന്ന് പ്രാക്കളെ പോലെ പറന്ന് നടക്കുന്ന ഒരുപാട് സാത്താന്യ വ്യാപാരങ്ങളുണ്ട്. അത് വചനം കേട്ടാലും അത് കിളിർക്കാൻ സമ്മതിക്കാതെ, അകത്ത് വളരുവാൻ അനുവദിക്കാതെ ഈ സാത്താന്യ വ്യാപാരങ്ങൾ അവയെ കൊത്തിക്കൊണ്ടുപോകുന്നു എന്ന് തിരിച്ചറിയുന്നവർ ഇന്ന് പകൽക്കാലം ദൈവാത്മാവിൽ ഞാനൊരു കാര്യം പറയട്ടെ. ആമേൻ. ഈ പറവുകളുടെ മുമ്പിൽ എന്ത് വിതച്ചാലും അത് പൊട്ടിമുളയ്ക്കുകയില്ല. ഹല്ലേലൂയ. ഇവയെ ആട്ടിപ്പായ്ക്കുവാനാണ് ഇന്ന് പകൽ നമ്മൾ ആരാധന അർപ്പിച്ചത്. ഒരു സോദരൻ പറഞ്ഞാട്. ആരാധനയ്ക്കൊക്കെ കടന്നു വന്നിരിക്കുന്നെങ്കിലും അതൊരു സൈഡാക്കി മാറ്റിയിരിക്കുന്ന ആൾക്കാരുണ്ട്. സ്തോത്രം. ഒരു വശത്ത് വചനം കേൾക്കും, അപ്പോൾ തന്നെ മറുവശത്ത് അവരിങ്ങനെ സങ്കല്പങ്ങളുടെ ചിറകേറി ഇങ്ങനെ നടക്കും. സ്തോത്രം. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് വീട്ടിൽ പോകാം, ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ഷാർജയിലേക്ക് പോകാം, ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ വീട്ടിലുള്ള ഭക്ഷണമേശയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം, കൂട്ടുകാർ കട്ട ഫ്രണ്ട്സിനെ കുറിച്ച് ചിന്തിക്കാം. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ മരം ചാടുന്ന കുരങ്ങിനെ പോലെ മനസ്സിങ്ങനെ ചാടി ചാടി നടക്കാം. ആമേൻ. ഒരു വശത്തിങ്ങനെ വചനം വീഴുന്നുണ്ട്, മറുവശത്ത് മനസ്സിങ്ങനെ മരം ചാടി നടക്കുന്നൊരവസ്ഥയിലാണ്, ഏകാഗ്രതയിലാണ് നീയെങ്കിൽ ഇന്ന് പകൽ ദൈവാത്മാവ് പറയുന്നു, ഇന്ന് വിതച്ച വചനം പറവ കൊത്തിക്കൊണ്ടുപോകും. ഹല്ലേലൂയ. സാത്താന്യ വ്യാപാരങ്ങൾ അതിനെ കൊത്തി മാറ്റും. ഏകാഗ്രതയോടെ ദൈവത്തെ ആരാധിക്കുന്നവര് ഇന്ന് കരങ്ങളുയർത്തൊരു സ്തോത്രം പറഞ്ഞാട്ടെ. നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നുവെങ്കിൽ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടുകൂടെ ദൈവത്തെ ആരാധിക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അടുത്തത് വീണ് എവിടെയാ? ആമേൻ. പാറ സ്ഥലത്ത് വീണു. പാറ എന്ന് പറഞ്ഞ് പക്ക പാറയല്ല, ആമേൻ, തറഞ്ഞു കിടക്കുന്ന സ്ഥലമാണ്. വിത്ത് വീണു, ആമേൻ, പൊട്ടിമുളച്ചു, ഒരു തൈയായിട്ട് നിൽക്കുകയാണ്. വളർന്നു നിൽക്കുന്നത് കണ്ടാൽ തോന്നും സ്തോത്രം ഇതിൽ നിന്ന് ഫലം കിട്ടുമെന്ന്. പക്ഷേ അവിടെ കർത്താവ് പറഞ്ഞു, ആമേൻ, കുറച്ച് കഴിഞ്ഞപ്പോൾ വെയിലുദിച്ചു, സൂര്യൻ ഉദിച്ചു കഴിഞ്ഞപ്പോൾ ചൂട് തട്ടിയപ്പോൾ അത് വാടി ഉണങ്ങിപ്പോയി. സ്തോത്രം. ഇന്ന് പകൽ ദൈവാത്മാവിൽ ഒരു കാര്യം ഞാൻ പറയട്ടെ. എത്ര പേരൊന്ന് വാടി ഇവിടെ വന്നിട്ടുണ്ട്?
ക്ഷീണിച്ചിവിടെ വന്നിട്ടുണ്ട്, തളർന്നിവിടെ വന്നിട്ടുണ്ട്. ആമേൻ, സ്തോത്രം. ഒരു ചെറിയ ചൂട് തട്ടിയപ്പോഴേക്കും, ഒരു ചെറിയ പ്രോബ്ലം വന്നപ്പോഴേക്കും, ഒരു ചെറിയ ചോദ്യചിഹ്നം വന്നപ്പോഴേക്കും, ഒരു ചെറിയ പ്രതികൂലം വന്നപ്പോഴേക്കും നീ വാടിയിരിക്കുകയാണെങ്കിൽ ഇന്ന് പകൽ ദൈവാത്മാവ് പറയുന്നു, നീ വേരില്ലാത്തവനായി പോയോ? ഹല്ലേലൂയ. നിന്റെ വേരെവിടെയാ? സ്തോത്രം. ആമേൻ. ദൈവത്തിൻ്റെ ഭക്തനെ കുറിച്ച് സങ്കീർത്തനം 1 നമ്മൾ വായിക്കുന്നത് എന്തുവാ? യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാനാണ്. അവൻ എങ്ങനെയുള്ളവനാണ്? അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും പിന്നെ തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും പിന്നെ ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, നീ വാടിയിരിക്കേണ്ടവനല്ല. ഹല്ലേലൂയ. നീ തഴച്ചിരിക്കേണ്ടവനാണ്. നീ ഇല വാടാത്തവനായിരിക്കേണ്ടവനാണ്. ആമേൻ. നീ തക്ക കാലത്ത് ഫലം കായ്ക്കേണ്ടവനാണ്. ഈ പകൽ ഹല്ലേലൂയ, ആമേൻ, വാട്ടമില്ലാത്തവർ ആ കരങ്ങളടിച്ച് ദൈവത്തെ ഒന്ന് ആരാധിക്കാമോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്ന് തഴച്ച് വളരുന്നൊരു അനുഭവം ഉണ്ടാകട്ടെ, ആറ്റരികത്ത് നിൽക്കുന്നൊരു അനുഭവം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഇലവാടാത്തവർ എത്ര പേരുണ്ട്? നിന്റെ മുഖം വാടണ്ട. നീ എന്തിനാ മുഖം വാടുന്നത്? എന്തിനാ? നീ എന്തിനാ തളരുന്നത്? നീ ക്ഷീണിക്കുന്നത് എന്തിനാ? വേരിറങ്ങാത്തത് കൊണ്ടാ. പ്രൈസ് ദി ലോർഡ്. വേര് ക്രിസ്തുവിലാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വാടാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. അവർ തളരുകയില്ല, അവർ ഉണങ്ങിപ്പോകുകയില്ല. ഭൗതികത്തിൽ വേര് പടർത്തിയാൽ ചിലപ്പോൾ വാടിയെന്നിരിക്കും. ജോലിയിലേക്ക് വേര് പടർത്തി നിന്നാൽ എപ്പോൾ ഇത് പോകുമെന്ന് പറയാനൊക്കത്തില്ല. സ്തോത്രം. അപ്പോഴേ ഉണങ്ങിപ്പോവും. ആമേൻ. സാമ്പത്തികം ബാങ്ക് ബാലൻസിലാണോ വേര് പടർത്തിയതെങ്കിൽ എപ്പോഴേ അത് നഷ്ടപ്പെട്ടെന്നറിയില്ല. ആമേൻ. ഉണങ്ങിപ്പോകും. പ്രൈസ് ദി ലോർഡ്. അനുഭവിച്ചവരിവിടെ ഉണ്ടല്ലോ. സ്തോത്രം. എന്നാൽ ക്രിസ്തുവിൽ വേരൂന്നിയവർക്ക് വാടാനൊക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതിന് നിർവ്യാജ വിശ്വാസം എന്നാണ് പറയുന്നത്. സ്തോത്രം. ഞാൻ കർത്താവോട് ചോദിച്ചു, കർത്താവേ, പൂർവന്മാരുടെ ദൃഷ്ടാന്തം അനുസരിച്ച് ആമേൻ, നീ നിർവ്യാജ വിശ്വാസത്തോടെ ആരാധിക്കുന്ന തിമത്യോസിൻ്റെ ആരാധനയെക്കുറിച്ചും അവൻ്റെ വിശ്വാസത്തെക്കുറിച്ചും പൗലോസ്ലീഹ തിമത്യോസിൽ പറയുമ്പോൾ ഒരു പദപ്രയോഗമുണ്ട്, നിർവ്യാജ വിശ്വാസം. സ്തോത്രം. എന്താ ഈ നിർവ്യാജ വിശ്വാസം? ഞാൻ പലപ്പോഴും ദൈവത്തോട് ചോദിച്ചു, എന്താ ഈ നിർവ്യാജ വിശ്വാസം? കർത്താവ് എനിക്കൊരു ഉദാഹരണം പറഞ്ഞു. സക്കായി യേശുവിനെ കാണാൻ മരത്തിൽ കയറി. കർത്താവ് താഴ്ചെന്ന് വിളിച്ചുകൊണ്ടിറക്കിയപ്പോൾ ഞാൻ ഭാഗം വിശദീകരിക്കുന്നില്ല. വീട്ടിൽ ചെന്നപ്പോൾ കർത്താവ് പറയാതെ തന്നെ സക്കായി പറയാണ്, കർത്താവെ, ഞാൻ ചതിവായി വല്ലതും വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടി മടക്കി കൊടുക്കാം. സ്തോത്രം. അങ്ങനെ എല്ലാം പങ്കുവെച്ച് കൊടുക്കാം. ആമേൻ. എനിക്ക് ഈ പണമൊന്നും ഇനി വേണ്ട എന്നും പറഞ്ഞ് സക്കായി പ്രഖ്യാപനം നടത്തുമ്പോൾ എൻ്റെ ഒരു ഭാവനയിൽ ഞാൻ പറയാ, തൊട്ടടുത്ത് നിൽക്കുന്നൊരു ബന്ധുവോ അല്ലെങ്കിൽ ഭാര്യയോ, മനുഷ്യ ഇങ്ങോട്ട് വന്നേ, എന്തുവാ ഇങ്ങ് വന്നേ. സ്തോത്രം. ആമേൻ. ഇയാളിങ്ങനെ പറഞ്ഞുകൊണ്ട് ആവേശത്തോടെ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പയ്യെ വിളിച്ച് അകത്തോട്ട് മാറിയിട്ട് സ്വകാര്യം പറഞ്ഞു, ഇയാൾ എന്നെ പൊട്ടത്തരായി പറയുന്നേ. സ്തോത്രം. ഉള്ളത് മുഴുവൻ 4 ഇരട്ടി മറ്റുള്ളവർക്ക് വാരിക്കോരി കൊടുത്താൽ, ഉള്ളത് മുഴുവൻ മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുത്താൽ നാളെ നമ്മളിങ്ങനെ ജീവിക്കും മനുഷ്യ എന്ന് ചോദിക്കുമ്പോൾ സക്കായി പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ യേശു ഉണ്ടെങ്കിൽ ഞാൻ ജീവിക്കുമെന്ന്. ഹല്ലേലൂയ. ആ കരങ്ങൾ ഉയർത്തൊരു സ്തോത്രം പറഞ്ഞാട്ടെ. യൂഡാബാല. പക്ഷെ എൻ്റെ വേര് ആമേൻ ഈ സമ്പാദ്യത്തിലല്ല, എൻ്റെ വേര് ഞാൻ ഈ കൂട്ടിവെച്ചതിലല്ല, എൻ്റെ വേര് ഈ ഭൗതികത്തിലല്ല. എൻ്റെ യേശുവാണ് എല്ലാ നന്മയുടെ ഉറവിടം. അവൻ എനിക്കുണ്ടെങ്കിൽ എനിക്കെല്ലാം ഉണ്ട്. എൻ്റെ യേശു ഒഴികെ എനിക്കൊരു നന്മയുമില്ല എന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നീ ക്രിസ്തുവിൽ വേരുള്ളവനാണെങ്കിൽ നീ വാടിയിരിക്കേണ്ട, നീ തളർന്നിരിക്കേണ്ട. ഹല്ലേലൂയ. നിന്നെ തഴച്ചു വളരുമാറാക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഈ പകൽ ദൈവത്തിന്റെ ആത്മാവ് ദൂത് വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ. സ്തോത്രം. വാടിയിരിക്കരുത്. ഒന്നും നിങ്ങളെ വാടുവാൻ അനുവദിക്കരുത്. കാരണം നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ ദൈവം ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്. അവൻ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ഉടഞ്ഞു പോയതിനെ പണിതെടുക്കുന്ന കർത്താവാണ്. ആമേൻ. സ്തോത്രം. ദൈവവചനത്തിൽ ആമേൻ വേരില്ലാത്തത് കൊണ്ട് ചൂട് തട്ടിയപ്പോൾ ഉണങ്ങിപ്പോകുന്നവരെ പോലെയാകാതെ. സ്തോത്രം. അടുത്ത ഘട്ടം എന്തുവാ? ആമേൻ. മുള്ളിനിടയിൽ വീണെന്നത്. ഉപജീവന ചിന്തകളുടെ ആമേൻ മുള്ളിനിടയിൽ വീണിട്ട് വിത്തിന് ഇങ്ങോട്ട് പൊങ്ങി വരാൻ പറ്റുന്നില്ല, കിളിർത്ത്. സ്തോത്രം. ഇതതിനെ ഞെരുക്കി കളയുകയാ. ഹല്ലേലൂയ.
ഉപജീവന ചിന്തകൾ. ആ വീടിൻ്റെ ലോൺ എങ്ങനെ കിട്ടും? ആമേൻ സ്തോത്രം. പിള്ളേരെ പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. ആമേൻ പപ്പയ്ക്ക് മരുന്ന് മേടിക്കണം, അമ്മയ്ക്ക് മാസം സ്തോത്രം സ്കാനിങ് ഉണ്ട്, ആമേൻ ഡയാലിസിസ് ചെയ്യാനുണ്ട്, ആമേൻ അതുപോലെ തന്നെ ഒരു വണ്ടി വേണം, അതിൻ്റെ ലോൺ കെട്ടണം. ഉപജീവന ചിന്തകൾ. അതിനിടയ്ക്ക് ആമേൻ ജോലി നഷ്ടപ്പെടുമോ എന്ന പേടി, ശമ്പളം കുറഞ്ഞു പോകുന്നു, ചിലവ് കൂടുന്നു, പക്ഷേ ഇൻക്രിമെൻ്റ് ഉണ്ടാകുന്നില്ല. ആമേൻ ചിന്തിച്ച് ഭാരപ്പെട്ട് എന്തെങ്കിലും ഒരു ചെറിയ ക്ഷീണം സംഭവിച്ചാൽ ആമേൻ ലൈഫ് സ്റ്റാൻഡേർഡ് താഴേക്ക് പോകും. ആമേൻ പണ്ട് ജീവിച്ച സ്റ്റാൻഡേർഡിൽ ജീവിക്കാൻ ഒക്കത്തില്ല, അത് താഴേക്ക് പോകുമോ? ആമേൻ സ്തോത്രം. ജോലി നഷ്ടപ്പെടുമോ? ഇന്ത്യയിലേക്ക് പോകേണ്ടി വരുമോ? അല്ലെങ്കിൽ മറ്റൊരു പ്രൊമോഷൻ കിട്ടാതെ വരുമോ? കുഞ്ഞിൻ്റെ പഠനം കഴിഞ്ഞിട്ടില്ല, അവരെ ഫീസ് എങ്ങനെ കെട്ടും? ഹല്ലേലൂയ. ചിന്തിച്ചു വശായി ആമേൻ ഭാരപ്പെട്ടല്ല ഇന്ന് പകൽ ദൈവസന്നിധിയിൽ ഇരിക്കേണ്ടത്. ഓ റീബൽ ഖമാന ഭക്ഷ്യ. ആ ചിന്താകുലവുമായി ഇരുന്നാൽ ഇന്ന് കേട്ട വചനമൊന്നും പൊട്ടിക്കിളിർക്കുകയില്ല, ഇന്ന് കേട്ട വചനം വിടുതലുണ്ടാക്കുകയില്ല. അതിനെ മാറ്റി വെച്ചിട്ട് ഈ പകൽ വചനത്തിന്റെ മുമ്പാകെ സന്തോഷിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആ കരങ്ങൾ അടിച്ചൊന്ന് ദൈവത്തെ ആരാധിക്ക്. ആമേ വായ് തുറന്ന് ദൈവത്തെ ഒന്ന് സ്തുതിക്ക്. ഓ അന്യഭാഷയിൽ ദൈവത്തെ ഒന്ന് ആരാധിക്ക്. വചനത്തെ ഞെരുക്കുവാൻ നിന്റെ ഉപജീവന ചിന്തകൾ, നിന്റെ ഭാരങ്ങൾ, നിന്റെ വേദനകൾ, ആമേൻ ഹല്ലേലൂയ, നിന്റെ വളർച്ചയെ തടയരുത്, നിന്റെ ആത്മീയത്തെ കെടുത്തു കളയരുത്. ഓ നിന്നെ കെടുത്തുവാൻ അനുവദിക്കരുത്, നിന്റെ വരൾച്ച മുരടിക്കരുത്. ഞെരുക്കുന്ന പോരുകൾ മാറിപ്പോകട്ടെ. ആമേൻ. ഞെരുക്കുന്ന പോരാട്ടങ്ങൾ നീങ്ങിപ്പോകട്ടെ. ആമേൻ. ആത്മീയത്തിൽ വളരുവാൻ കഴിയാതെ, ആമേൻ സന്തോഷിക്കുവാൻ കഴിയാതെ, ദൈവസന്നിധിയിൽ ആനന്ദിക്കുവാൻ കഴിയാതെ ഞെരുക്കുന്ന ഭാരങ്ങളുമായിരിക്കുന്ന ആ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. എന്റെ കുഞ്ഞെ, നീ ചിന്താകുലപ്പെടുന്നതിനാൽ തലയിൽ രോമമെങ്കിലും വെളുപ്പിക്കാനോ കറുപ്പിക്കാനോ നിന്നെ കൊണ്ടൊക്കത്തില്ല. പിന്നെ എന്തിനാ ഇങ്ങനെ ആകുലപ്പെട്ട് ഭാരപ്പെട്ടിരിക്കുന്നത്? ആമേൻ. നിന്റെ ദൈവം നിനക്ക് മതിയായവനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കുന്ന മുമ്പേ നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നൊരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ആമേൻ. എന്ത് തിന്നും, എന്ത് ഉടുക്കും, ആമേൻ സ്തോത്രം എന്നുള്ളതിനെ കുറിച്ച് ഭാരപ്പെടണ്ട. ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്ന് ദൈവത്തിന് അറിയാം. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിൻ്റെ ഹിതത്തിലേക്ക് വരാമെങ്കിൽ ബാക്കിയുള്ളതെല്ലാം അവൻ സപ്ലൈ ചെയ്യുന്നവനാ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ആ ഭാഗത്തുനിന്ന് പോകുക. നല്ല നിലത്ത് വീണത് അതിനെക്കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. 20-ാം വാക്യം. നല്ല മണ്ണിൽ വിതയ്ക്കപ്പെട്ടതോ വചനം കേൾക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവർ തന്നെ. സ്തോത്രം. കേട്ടാ പോരാ, അംഗീകരിക്കണം. അംഗീകരിക്കുന്നവരെ ഈ സ്തോത്രം പറയുന്നത്, അംഗീകരിക്കുന്നവരെ ആരാധിക്കുന്നത്. വചനത്തിന് മുമ്പാകിരിക്കുമ്പോൾ കൊച്ചു കുഞ്ഞിനെ പോലെ ഇരുന്നോണം. സ്തോത്രം. വചനത്തിൽ അങ്ങ് സന്തോഷിക്കണം. ആമേൻ. വേദോസ്തത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. ആമേൻ. യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക. അല്ലേ? ദേശത്ത് പാർത്ത് വിശ്വസ്തത, യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക. സ്തോത്രം. എന്നാൽ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ അവൻ നിനക്ക് തരും. സ്തോത്രം. യഹോവയിൽ രസിക്കുന്നത് എങ്ങനെയാ? ഞാൻ അവിടെ ഒരു ചോദ്യം ചോദിക്കുക. നിങ്ങൾ ഏതിലാണ് രസിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ഏകാന്തതകളിൽ, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ, നിങ്ങളുടെ ലെഷർ ടൈമുകളിൽ നിങ്ങൾ ഏതിലാണ് രസിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിലാണോ? യഹോവയിലാണോ? യഹോവയുടെ വചനത്തിലാണോ? സ്തോത്രം. ഇന്ന് പകൽ രസിക്കുന്ന കാര്യങ്ങൾ മറ്റ് ചിലതാണെങ്കിൽ മാറ്റിവെക്കാൻ തയ്യാറാണെങ്കിൽ, ഹല്ലേലൂയ, മാറ്റിവെക്കാൻ തയ്യാറാണെങ്കിൽ, ദൈവവചനം വിട്ട്, ദൈവത്തെ വിട്ട് മറ്റു പലതിലുമാണ് നീ രസിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ ദൈവാത്മാവ് പറയുന്നു, മാറ്റിവെക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം തരുന്ന ഒരു ദൈവമുണ്ടെന്ന വചനം വിശ്വസിക്കുന്നവർ ആമേൻ കരങ്ങൾ ഉയർത്തിയൊരു സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ആമേൻ. യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക. യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക. അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം നിനക്ക് തരും. ഹല്ലേലൂയ. നീ രസം പിടിക്കുന്നത് മറ്റൊന്നിലാകരുത്. ഞാൻ കൂടുതൽ തെളിച്ച് പറയുന്നില്ല. അങ്ങനെ അർത്ഥവിരാമം വിട്ട് മുമ്പോട്ട് പോവുകയാണ്. അവനവൻ പരിശോധിക്കണം ഞാൻ ഏതിലാ രസിക്കുന്നതെന്ന്.
പക്ഷെ നമ്മുടെ പ്രൈവറ്റ് ലൈഫ് ഒന്ന് പരിശോധിക്കണം. പബ്ലിക് ലൈഫ് നമ്മൾ വളരെ ഡീസൻ്റാണ്. സ്തോത്രം. മനുഷ്യരുടെ മുമ്പാകല്ലേ ഇവിടെ വരുമ്പോൾ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമ്മളൊരു പാൻറ്റും ഷർട്ടൊക്കെ ഇട്ടിട്ട് സ്തോത്രം, മുഖത്തൊരു പൗഡറൊക്കെ പൂശിച്ചിട്ട് പെർഫ്യൂമൊക്കെ അടിച്ചിട്ട് വതക്കുന്നത് പ്രൈസ് ദി ലോർഡ്, ഹൗ ആർ യു എന്നൊക്കെ ചോദിച്ച് വളരെ ഡീസൻ്റായിട്ട് പെരുമാറുന്നത്. വീടിൻ്റെ അകത്ത് നമ്മൾ തന്നെയുള്ളപ്പോൾ ഒരു ലുങ്കിയൊക്കെ കൊടുത്തോണ്ടില്ലേ അല്ലേ ചാ? സ്തോത്രം. അന്നേരം ശരിക്കും നമ്മൾ പക്ക മനുഷ്യനാകുന്നത്. അതാണ് നമ്മൾ റിയൽ ഞാനെന്ന് പറയുന്ന ആൾ. ഈ ബാക്കിയെല്ലാം വെച്ച് കേട്ടാ മറ്റുള്ളവർ ആണെങ്കിൽ ഡീസൻ്റായിട്ട് പെരുമാറണമല്ലോ, അങ്ങനെയല്ലേ? സ്തോത്രം. ആ പക്ക മനുഷ്യനായിരിക്കുന്ന സമയത്താണ് നമ്മുടെ വായിൽ നിന്ന് എന്തോ വരുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സംസാരം എന്തുവാ? ഇവിടെ പെരുമാറ്റം എങ്ങനെയാ? ഹല്ലേലൂയ. പക്ക മനുഷ്യനായിരിക്കുമ്പോൾ പ്രൈവറ്റ് ലൈഫിൽ ഹൗ വി ആർ, അതാ ദൈവം നോക്കുന്നത്. സ്തോത്രം പറഞ്ഞാട്ട് അത് ദൈവപ്രസാദമുള്ളതാണെന്ന് പരിശോധിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഓ, നല്ല മണ്ണിൽ വീണതോ, ഹല്ലേലൂയ, അവർ ദൈവത്തിൻ്റെ വചനം കേൾക്കും. സ്തോത്രം. ഹല്ലേലൂയ. ശ്രദ്ധയോടെ കേൾക്കും. കേൾക്കുക മാത്രമല്ല അവർ അംഗീകരിക്കും. ഹല്ലേലൂയ. ഇന്ന് വചനം അംഗീകരിക്കുന്ന എത്ര പേരുണ്ട് ദൈവാത്മാവ് ചോദിക്കുന്നു. സ്തോത്രം. വചനം അംഗീകരിച്ചവർ, അത് ഉള്ളിൽ ഉൾക്കൊള്ളുന്നവർ, ആമേ, ഹല്ലേലൂയ, അവർ നല്ല മണ്ണാണ്. അവരാണ് നല്ല ഹൃദയമുള്ളവര്, അവരാണ് നല്ലവര്. ഹല്ലേലൂയ. അവരാണ് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നവര്. അത് 30, 60, 100 മേനിയായി വിളയുന്ന ഒരു ഹൃദയത്തിനായി ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? ഈ പകൽ ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തിലെ എല്ലാ അരിഷ്ടതകളും മാറിപ്പോകട്ടെ, എല്ലാ നിരാശകളും നീങ്ങിപ്പോകട്ടെ, എല്ലാ വേദനകളും മാറിപ്പോകട്ടെ, എല്ലാ ഞെരുക്കുന്ന ആകുല ചിന്തകളും യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. അടുത്തത് കർത്താവ് പഠിപ്പിച്ചത് എന്തുവാ? സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അതിൻ്റെ 26-ാം വാക്യത്തിൽ ആമേൻ കർത്താവ് പറഞ്ഞത്, ദൈവരാജ്യം ഒരു മനുഷ്യൻ മണ്ണിൽ വിത്തെറിഞ്ഞ ശേഷം രാവും പകലും ഉറങ്ങിയും എഴുന്നേറ്റും ആമേൻ ഇരിക്കെ അവൻ അറിയാതെ വിത്ത് മുളച്ച് വളരുന്നത് പോലെ ആകുന്നു. സ്തോത്രം. ആമേൻ. വിത്തെറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ അതിൻ്റെ മീതെ കയറി ഓടി നടക്കൊന്നും വേണ്ട, അത് തന്നെ വളർന്നോളും. സ്തോത്രം. ദൈവവചനം അതിൻ്റെ ക്രിയ ചെയ്യും. ഞാൻ അവിടെയല്ല നിൽക്കാൻ ആഗ്രഹിക്കുന്നത്. അടുത്ത വാക്യം ശ്രദ്ധിച്ചോണം, വളരെ ശ്രദ്ധിച്ചോണം. 28-ാം വാക്യത്തിൽ ഭൂമി സ്വയമായി ആമേൻ. ഈ വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം എന്താ വരുന്നത്? ആദ്യം വരുന്നത് സ്വയമായി ഞാറ് വരും അല്ലേ? പിന്നെന്താ വരുന്നത്? ആ ഞാറ് കതിരായിട്ട് മാറും. ആ കതിരിനകത്ത് പതിരേ ഉണ്ടാകത്തുള്ളൂ. ആമേൻ. പതിരുള്ള കതിര്. പിന്നെ കതിരിൽ നിറഞ്ഞ മണി. അത് കഴിയുമ്പോൾ ഇങ്ങനെ വിളയുന്നു. സ്തോത്രം. വിളയുന്നു. ലാസ്റ്റ് സ്റ്റേജാണ് വിളയുന്നത്. നെക്സ്റ്റ് സ്റ്റേജ് എന്തുവാ? ധാന്യം വിളയുമ്പോൾ കൊയ്ത്തായതുകൊണ്ട് അവൻ ഉടനെ അരിവാൾ വയ്ക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇനി നമ്മൾ സ്വയം പരിശോധിക്കണം. നമ്മുടെ അകത്ത് ദൈവവചനം, ദൈവരാജ്യത്തിൻ്റെ വിത്ത് വീണു എന്ന് വിശ്വസിക്കുന്നവർ സ്തോത്രം പറഞ്ഞാട്ടെ. നിങ്ങളുടെ ഈ സ്തോത്രം കേട്ടിട്ട് ഒരു തളർന്ന സ്തോത്രം പോലെയാ. ഏതായാലും കുറച്ച് സമയമില്ല ദിവസത്തിൽ ഇരിക്കുന്നുള്ളൂ. ഇച്ചിരി ഉറക്കി അങ്ങ് പറഞ്ഞോളൂ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമ്മൾ അതിനു വേണ്ടിയല്ലേ വന്നത്? നിങ്ങൾ കള്ളുഷാപ്പിൻ്റെ പുറത്തുകൂടെ പോയി നോക്കണം ഇപ്പോൾ ഈ സമയത്ത്. സ്തോത്രം. അവിടെ നിന്ന് എന്തെല്ലാം പാട്ടാണ് വരുന്നതെന്ന് അല്ലേ? അവർ പാടും, സിയോന് യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടി, ഓളങ്ങൾ കണ്ട് നീ ഭയപ്പെടേണ്ടെന്ന്. ഷാപ്പിൽ മോന്ത കുടിച്ചിട്ടേ കള്ളു കുടിച്ചിട്ടേ പാടുന്നത്. സ്തോത്രം. അവിടെ ചിലപ്പോൾ അത് കഴിയുമ്പോൾ അപ്പുറം തെറി ഉണ്ടാകും, അത് കഴിഞ്ഞ് അപ്പുറം സിനിമാ പാട്ടുണ്ടാകും, അവിടെ പൂര വഴക്കുണ്ടാകും. അതിൻ്റെ അന്തരീക്ഷം അതാണ്. സ്തോത്രം. ആമേൻ. നമുക്കറിയാം, അതാരും പരാതി പറയാറില്ല, കാരണം കള്ള് ഷാപ്പിൻ്റെ അന്തരീക്ഷം അതാണ്. പക്ഷേ ആമേൻ, ആരാധന നടക്കുന്നൊരു വീടിൻ്റെ പുറത്തുകൂടെ പോയി കഴിഞ്ഞാൽ കേൾക്കേണ്ടത് ആരാധനയുടെ ശബ്ദമായിരിക്കണം. ഓ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ഉയരേണ്ടത്, ഇവിടെ മൗനജാത നടക്കുകയല്ല. ആമേ, ഹല്ലേലൂയ. ഇവിടെ മൗനാചരണം നടക്കുകയല്ല. മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരാരും ദൈവത്തെ സ്തുതിക്കുന്നില്ല. ഹല്ലേലൂയ. ഓ, മരിച്ചവർക്ക് സ്തുതിക്കാനൊക്കത്തില്ല, മൗനതയിൽ ഇറങ്ങിയവർക്ക് സ്തുതിക്കാനൊക്കത്തില്ല. ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കും. പ്രിയമുള്ളവരെ,
ഞാൻ സിബിനുമായിട്ട് സംസാരിക്കുമ്പോൾ സിബിൻ ഒരു ദിവസം ഒരു കാര്യം പറഞ്ഞു. മുസ്ലിം പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ എത്ര വലിയ ഷെയ്ക്കാണെങ്കിലും, ആമേൻ, എത്ര വലിയ പണമുള്ള ആളാണെങ്കിലും പണമില്ലാത്ത ആളാണെങ്കിലും പള്ളിയിൽ ചെന്നാൽ അവരെല്ലാവരും ഒരുപോലെയാണെന്ന്. പ്രൈസ് ദി ലോർഡ്. അവരങ്ങനെയാണ് കണക്കാക്കുന്നത്. അവിടെ അങ്ങനെ വലിപ്പച്ചെറുപ്പം കാണിക്കാൻ ഒക്കത്തില്ല. അള്ളയുടെ മുമ്പിലിരിക്കുമ്പോൾ എല്ലാവരും ഒരുപോലെയാണ്. അദ്ദേഹത്തിനോട് പറഞ്ഞ് ഞാൻ ഓർക്കുന്നു. ബോബി അച്ഛൻ പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ഈ സമുദായക്കാർ വലിയ പള്ളികൾ പൊക്കിപ്പടതിൻ്റെ പിന്നിൽ ഒരു മനഃശാസ്ത്രമുണ്ട്. എന്താണെന്നറിയാമോ? അവൻ ഏത് കൊമ്പനായാലും, എത്ര കൊലകൊമ്പനായാലും, പൊക്കവും മണ്ണുള്ളവനും തടിവരും കുടവേറുള്ളവനാണെങ്കിലും പള്ളിക്കകത്ത് ചെന്നാൽ അവന് കിശുവായിട്ട് തോന്നും. പള്ളിയകത്ത് ചെന്നാൽ ഈച്ച പോലെ. അവൻ്റെ അകത്ത് ചെല്ലുമ്പോൾ അവന് തന്നെ തോന്നും, അയ്യോ ഞാൻ ചെറുതാണല്ലോ എന്ന്. ആ തോന്നലില്ലാതെ ദൈവത്തെ ആരാധിക്കാൻ പറ്റുകയില്ല. സ്തോത്രം. വായ തുറന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ആ തോന്നലില്ലാത്തവർക്ക് വായ തുറന്ന് സ്തോത്രം പറയാൻ ഒക്കത്തില്ല. നീ IG ആയിരിക്കാം, ആ മേഖലയിൽ അതിന്റെ മുകളിലുള്ള ആളായിരിക്കാം, നീ വലിയ ഉന്നത പാർട്ടി ആയിരിക്കാം, പക്ഷെ ദൈവസന്നിധിയിൽ വരുമ്പോൾ ഒരു ശിശുവിനെ പോലെ ഇരിക്കാതെ നിനക്ക് ദൈവത്തെ ആരാധിക്കാൻ ഒക്കത്തില്ല. നിന്റെ പൊക്കം മാറണം. ഹല്ലേലൂയ. നിന്റെ പൊങ്ങിയ അവസ്ഥകൾ മാറണം. ദൈവസന്നിധിയിൽ താഴണമെന്നാണ് ദൈവാത്മാവ് പറയുന്നത്. യേശുവിന്റെ രക്തം ചെയ്യും അല്ലേ? എത്ര വലിയ കാര്യം. നമ്മുടെ ദൈവം എത്ര വലിയവനാ. സ്തോത്രം. നമ്മുടെ ദൈവം എത്ര വലിയവനാ. ആമേൻ. ഒരു റോമൻ ശതാധിപൻ വന്നിട്ട് ദാസന് വേണ്ടിയിട്ട്, ആമേൻ, സ്തോത്രം, സൗഖ്യത്തിനായി യാചിക്കുന്ന രംഗം സുവിശേഷത്തിലുണ്ട്. ആമേൻ, സ്തോത്രം. കർത്താവ് ഞാൻ വരാം. അല്ലെങ്കിൽ അപ്പോൾ ആ മനുഷ്യൻ വരാ, അയ്യോ എൻ്റെ വീട്ടിലേക്ക് വരണ്ട. സ്തോത്രം. എൻ്റെ വീട്ടിലോട്ട് വരണ്ട. നിങ്ങളൊന്ന് ആലോചിച്ച്, റോമൻ ഗവൺമെൻറ് സാമ്രാജ്യം ഭരിക്കുന്ന ആ റോമൻ സാമ്രാജ്യ ശക്തിയുടെ ഒരു ശതാധിപൻ്റെ വീടെന്ന് പറയുന്നത് ചുമ്മാ കുടിലൊന്നുമല്ല. സ്തോത്രം. അത് കൊട്ടാര സമാനമായൊരു ബംഗ്ലാവാ. പ്രൈസ് ദി ലോർഡ്. ആ വീടിൻ്റെ ഉടമസ്ഥൻ യേശുവിനോട് പറയുക, അങ്ങ് എൻ്റെ വീട്ടിൽ വരാൻ ഞാൻ യോഗ്യനല്ല. ഇത്ര വലിയ പദവിയിലിരിക്കുന്നൊരു മനുഷ്യൻ. സ്തോത്രം. കർത്താവിനെ നോക്ക്. ഒരു ഒറ്റയുടുപ്പിട്ടുകൊണ്ട് നടക്കുന്ന ഒരു യഹൂദ റബിയ. സഞ്ചരിക്കാനായിട്ട് ഒരു കുതിരയൊക്കെ സമ്പന്നരുടേതാ. ഒരു കഴുതക്കുട്ടി പോലും സ്വന്തമായിട്ടില്ല. കർത്താവിൻ്റെ കുപ്പായ കീശയിൽ ഒരു നാണയം പോലും ഇല്ല. സ്തോത്രം. യഹൂദന്മാർ പഠിപ്പിക്കാനായിട്ട് ഒരു നാണയം ചോദിച്ചപ്പോൾ മറ്റൊരാളോട് മേടിച്ച നാണയമെല്ലാം കയ്യിലുണ്ടോ? ഒരെണ്ണം തന്നെ. സ്തോത്രം. ഇതിലെ മേലെഴുത്ത് ആരോടാണ് ചോദിച്ചത്? നാണയം പോലും പോക്കറ്റിലില്ല. സ്തോത്രം. കാൽനടയായി സഞ്ചരിച്ച് വിയർത്ത് കുളിച്ച് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഗുരുവിനോട് വലിയ പദവിയിലിരിക്കുന്ന ശതാധിപൻ പറയുക, എൻ്റെ വീട്ടിൽ അങ്ങ് വരാൻ ഞാൻ യോഗ്യനല്ല. ഈ വലിപ്പം തിരിച്ചറിഞ്ഞവർ എത്ര പേരിവിടെയുണ്ട്? ഹല്ലേലൂയ. എൻ്റെ കർത്താവിൻ്റെ വലിപ്പം തിരിച്ചറിഞ്ഞവർ എത്ര പേരിവിടെയുണ്ട്? ഇന്ന് പകൽ അവന് വലിപ്പം തിരിച്ചറിഞ്ഞ് ആരാധിക്കുന്നവർ, അവനെ കരങ്ങളടിച്ച് ആരാധിക്കുന്നവർ, അവനെ ആത്മാവിൽ ആരാധിക്കുന്നവർ, അവന്റെ വലിപ്പം അറിഞ്ഞ് അവനെ ആരാധിക്കുന്നവർ എത്ര പേരുണ്ട്? ദൈവാത്മാവ് ചോദിക്കുമ്പോൾ അവനെ സ്തുതിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് മഹത്വം കരേറ്റുന്നു. Praise the Lord. Hallelujah. ഇവിടെ നമ്മൾ കണ്ടത് ദൈവരാജ്യത്തിന് വിത്തെറിഞ്ഞ ശേഷം ഉണ്ടുമുറങ്ങിയും എഴുന്നേറ്റൊക്കെ ഇരിക്കുമ്പോൾ തന്നെ അത് പൊട്ടിമുളച്ചു. ആദ്യം ഞാറാണ് വന്നത്. പിന്നെ കതിര് വന്നു, പതിരായ കതിര്. അതിനകത്ത് മണിയില്ല. കുറച്ചുകൂടി കഴിയുമ്പോൾ നിറഞ്ഞ മണിയുള്ള കതിരുണ്ടായി. ആ കതിര് ഒന്നുകൂടെ വിളഞ്ഞു. സ്തോത്രം. വിളഞ്ഞപ്പോൾ കൊയ്ത്യനായി യജമാനൻ അരിവാളുമായിട്ട് വന്നു. ഇന്ന് പകൽ ഞാനൊരു ദൂത് പറയാനായത് പറഞ്ഞത്. സ്തോത്രം. ഇന്ന് എൻ്റെ കർത്താവ് കൊയ്ത്തിനായിട്ട് മധ്യാകാശത്തിൽ വന്നാൽ കൊയ്തെടുക്കാൻ വിളഞ്ഞവർ എത്ര പേരുണ്ടെന്ന് ദൈവാത്മാവ് ചോദിക്കുക. നീ എടുക്കപ്പെടുമോ? നീ എടുക്കപ്പെടുമോ? നിന്നെ അവൻ കൊയ്തെടുക്കുമോ? നിന്നെ അവൻ കലവറയിലേക്ക് കൊണ്ടുപോകുമോ? നിന്നെ അവൻ കലവറയിൽ എടുത്തു വെക്കുമോ? നീ ഇപ്പോഴും ഞാറായിട്ട് നിൽക്കുകയാണോ? അതോ ഹല്ലേലൂയ വെറും പതിരായിട്ട് തല ഉയർത്തി നിൽക്കുകയാണോ? അതോ നിറഞ്ഞ മണി പോലെ ക്രിസ്തു നിറഞ്ഞവളായി, ക്രിസ്തു നിറഞ്ഞവനായി നീ നിൽക്കുന്നുവോ? ഇന്നവൻ കൊയ്തെടുക്കാൻ വന്നാൽ ഹല്ലേലൂയ നിന്നെ കൊയ്തെടുക്കുമോ? ഇന്ന് പകൽ ദൈവാത്മാവ് ഞാനൊരു കാര്യം പറയാം. ആമേൻ. പതിരവൻ കൊയ്യുകയില്ല. ആമേൻ. ഞാറവൻ കൊയ്യുകയില്ല. അവൻ കൊയ്യുന്നത് വിളഞ്ഞതിനെയാണ്. നമ്മൾ എടുക്കപ്പെടുവോ സഹോദരന്മാരെ? ഞാൻ എപ്പോഴും എന്നോടും ചോദിക്കുന്ന കാര്യമാണ്, എടുക്കപ്പെടുവോ? ഞാൻ വെറും പതിരാണോ?
അത് കതിരാണ്. മണി നിറഞ്ഞ കതിര് പോലെ ആത്മീയതയുടെ വിളവ് എനിക്ക് വന്നിട്ടുണ്ടോ? ശിവരാജകൽഘമാനവസ്യ ഹല്ലേലൂയ. വിളഞ്ഞത് കണ്ടാൽ അറിയാം, അതെപ്പോഴും തല കുനിച്ചേ നിൽക്കത്തുള്ളൂ. ആമേൻ, ഹല്ലേലൂയ. അതിന് സൗമ്യതയുണ്ട്. കർത്താവ് ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ നുകമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. ഹല്ലേലൂയ. ഗുരുവിനെ പോലെയാകുന്നത് ശിഷ്യന് മതി. ഹല്ലേലൂയ. ഇന്ന് പകൽ തെരഞ്ഞെടുക്കപ്പെട്ട ദൈവജനമേ, ഹല്ലേലൂയ, വിളഞ്ഞു നിൽക്കാമെങ്കിൽ അവൻ മധ്യാകാശത്തിൽ വരുവാൻ സമയമായെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ എനിക്ക് സന്തോഷമുണ്ട്. ആകയാൽ ഹല്ലേലൂയ, തളർന്നു പോകരുത്, കുഴഞ്ഞു പോകരുത്, വെറും പതിരായി നിൽക്കരുത്. ഹല്ലേലൂയ. പത്രോസേ, ശീമോനെ, ശീമോനെ, നിന്നെ ഗോതമ്പ് പാറ്റുന്നത് പോലെ പാറ്റുവാനായിട്ട് സാത്താൻ എന്നോട് അനുവാദം ചോദിച്ചു. ഗോതമ്പ് കൊയ്ത് കഴിയുമ്പോഴേ, നമ്മുടെ നാട്ടിലും കണ്ടിട്ടുള്ള നെല്ലൊക്കെ കൊയ്ത് കഴിയുമ്പോൾ, പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. ആമേൻ, സ്തോത്രം. ഒരമ്മ ഒരു കോരുകൊട്ടയിൽ നെല്ലെടുത്തിട്ട് ഇങ്ങനെ പൊക്കി പിടിച്ചിങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കും. മറ്റൊരമ്മ അത് മുറം കൊണ്ടിങ്ങനെ വീശും. ആ കാറ്റ് വരുമ്പോൾ കനമില്ലാത്ത പതിരെല്ലാം പറന്നു പോകും. കനമുള്ള നെൽമണികൾ യജമാനൻ്റെ കാൽച്ചുവട്ടിൽ കിടക്കും. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. എത്ര കാറ്റ് വന്നാലും ഹല്ലേലൂയ പറന്നു പോകാത്ത വിശ്വാസം നിനക്കുണ്ടോ എന്ന് ഇന്ന് പകൽ ദൈവാത്മാവ് ചോദിക്കുമ്പോൾ, ഹല്ലേലൂയ, ഉടബലബലപക്ഷി അത് ഒരു ചെറിയ കാറ്റ് വന്നപ്പോഴേക്കും, ഒരു ചെറിയ പ്രതികൂലം വന്നപ്പോഴേക്കും, ഒരു ചെറിയ പോരാട്ടം വന്നപ്പോഴേക്കും, ഒരു പതിര് പോലെ നീ വിശ്വാസത്തിന് അകലങ്ങളിലേക്ക് പാറിപ്പോയോ? ആമേ, നിന്റെ ഹൃദയം ക്ഷീണിച്ചു പോയോ? നിന്റെ മനസ്സ് ഇടിഞ്ഞു പോയോ? നീ തളർന്നു പോയോ? നീ കർത്താവിനെ വിട്ട് അകലങ്ങളിലേക്ക് പോയോ? ഹല്ലേലൂയ. അതോ എത്ര കഷ്ടത വന്നാലും അവന്റെ കാൽപാദത്തിൽ തന്നെ വീഴുന്ന വിശ്വാസത്തിന്റെ കനം നിനക്കുണ്ടോ എന്ന് ദൈവാത്മാവ് ഈ പകൽ ചോദ്യം ചോദിക്കുമ്പോൾ ആ കരകുളിയൊത്തൊരു സ്തോത്രം പറഞ്ഞ്, കർത്താവേ, ഞാൻ നിന്റെ കാൽപാദത്തിൽ ഉണ്ടെന്ന് പറ. നഷ്ടപ്പെടരുത്. പ്രതികൂലങ്ങൾ വരുമ്പോൾ പറന്നു പോകുന്ന പതിരാകരുത്. കർത്താവ് കൊയ്തെടുക്കാതെ കൈവിട്ട് കളയുന്ന ഞാറായിട്ട് നിൽക്കരുത്. വിളഞ്ഞവരായി നിൽക്കണം. സ്തോത്രം. ആമേ. നമ്മൾ വിളഞ്ഞിട്ടുണ്ട് കുറേ, അത് വേറെ വിഷയം. ആ വിളച്ചിലല്ല ഞാൻ പറഞ്ഞത്. അമേ, ദൈവസഭകളിൽ ഇപ്പോൾ പൊളിറ്റിക്സിൻ്റെ വിളച്ചിലാണ്. സ്തോത്രം. അമേൻ. അങ്ങോട്ട് ഞാൻ പോകുന്നില്ല, എനിക്കത് ഇഷ്ടമല്ല. ആത്മീയത്തിലേക്ക് വരാം. ദൈവനാമത്തിന് മഹത്വം. പിന്നെ അവൻ പറഞ്ഞത്, ആമേൻ, സ്തോത്രം, വിളക്ക് കത്തിച്ച് പറയിൻ കീഴിലല്ല വെക്ക്. 21 വാക്യം ഒന്ന് വായിച്ച് 21 വാക്യം. ആ, വിളക്ക് കത്തിച്ച് പറയുടെ കീഴിലോ കട്ടിലിൻ്റെ കീഴിലോ വെക്കാറുണ്ടോ? ഇല്ല. വിളക്ക് കത്തിച്ച് തണ്ടിന്മേലല്ലേ വെക്കുന്നത്? ആ, വെളിപ്പെടുവാനുള്ളതല്ലാതെ ഗൂഢമായത് ഒന്നുമില്ല. വെളിച്ചത്ത് വരുവാനുള്ളതല്ലാതെ മറവായതൊന്നുമില്ല. വായിച്ചോ. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. പിന്നെ നിങ്ങൾ കേൾക്കുന്നത് എന്ത് എന്ന് സൂക്ഷിച്ചു കൊള്ളുവിൻ. പിന്നെ നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് നിങ്ങൾ കളന്നു കിട്ടും, അധികമായതും കിട്ടും. പിന്നെ ഉള്ളവന് പിന്നെയും കൊടുക്കോ? ഉള്ളവന് പിന്നെയും കൊടുക്കും, ഇല്ലാത്തവനോട് ഭയങ്കരം. സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം. വാരത്തിൽ ശ്രദ്ധിച്ചവർ സ്തോത്രം പറഞ്ഞാട്ടെ. വിളക്ക് കത്തിച്ച് എവിടെ വെക്കരുത്? നമ്മുടെ അകത്തൊരു വിളക്ക് ദൈവം തന്നിട്ടുണ്ടോ? ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ തേജസ്സിനെ പ്രതിബിംബിക്കുന്ന കണ്ണാടിയായി ദൈവം നമ്മെ മാറ്റിയിട്ടുണ്ടോ? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ ഒരു ദീപനാളം നമ്മുടെ അകത്ത് കത്തുന്നുണ്ടോ? ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. നിന്റെ അകത്ത് കിട്ടിയ ആത്മപ്രകാശം, ഹല്ലേലൂയ, ആത്മീയമായ വെളിപ്പാട്, ആമേൻ, ദൈവവചനത്തിൻ്റെ വെളിപ്പാട്, തിരുവചന സത്യങ്ങളുടെ വെളിപ്പാട്, ആത്മീയത്തിൻ്റെ കാഴ്ചപ്പാട് നീ കട്ടിലിൻ്റെ അടിയിൽ ഒളിച്ചു വെക്കരുത്. ഹല്ലേലൂയ. ഉറങ്ങിയും എഴുന്നേറ്റും വിശ്രമിച്ചും നിന്റെ ആത്മീയത്തെ മറച്ചു വെച്ച്, ആമേ,
സ്തോത്രം, ഹല്ലേലൂയ. നീ പുറമേ ജീവിക്കരുത്. ആമേ സ്തോത്രം. സാമ്പത്തികത്തിന്റെ ആ പറയ്ക്കകത്ത് നീ അതിനെ മറച്ചു വെക്കരുത്. ലജ്ജയില്ലാതെ ആ വെളിച്ചം ഉയർത്തിപ്പിടിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എന്റെ അകത്ത് കിട്ടിയ വെളിച്ചം, ആത്മീയ വെളിച്ചം, ആത്മീയമായ കാഴ്ചപ്പാട്, അത് എന്റെ സഹപ്രവർത്തകരോട്, ജോലി ചെയ്യുന്ന കമ്പനിയിൽ ആമേ എന്റെ വഴിയിൽ കാണുന്നവരോട് ആമേ ലജ്ജയില്ലാതെ പറയുവാൻ, ആ വെളിച്ചം ഉയർത്തിപ്പിടിക്കുവാൻ ഇന്ന് പകൽ എത്ര പേര് തയ്യാറാകുമെന്ന് ദൈവാത്മാവ് ചോദിക്കുന്നു. കേരളത്തിലൊക്കെ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപികമാരായ പിള്ളേര് അന്മനിറവിൽ അന്യഭാഷയിൽ ആരാധിച്ചിട്ട് തിങ്കളാഴ്ച കോളേജിൽ പോകുമ്പോൾ ചെവിയിലേക്ക് ഇങ്ങനെ പിടിപ്പിക്കുന്ന കമ്പിലിടും, പെന്തക്കോസ്തല്ലെന്ന് അറിയാതിരിക്കാൻ. നാണം. പെന്തക്കോസ്തുകാരിയെന്ന് പറയാൻ മടിയാ. ഇവിടെ അങ്ങനെയൊന്നുമില്ല. സ്തോത്രം. പറയുടെ കീഴിൽ വിളക്ക് ഒളിച്ചു വയ്ക്കുക. പ്രൈസ് ദി ലോർഡ്. സമയമുണ്ടായാലും യോഗത്തിന് പോകാൻ നിവൃത്തിയില്ല, ഒന്ന് കുറച്ചുകൂടെ കിടന്നുറങ്ങിയേക്കാം, കുറച്ച് റെസ്റ്റ് എടുത്തേക്കാം, പ്രാർത്ഥന അതവിടെ നടന്നോളും. കട്ടിലേക്ക് കയറി കിടക്കുമ്പോൾ നിന്റെ വെളിച്ചം നീ കട്ടിലിൻ്റെ അടിയിൽ ഒളിച്ചു വെക്കുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ആത്മീയം ഒളിച്ചു വെക്കാനുള്ളതല്ല, ആത്മീയം മറച്ചു വെക്കാനുള്ളതല്ല, പ്രാപിച്ച കൃപ മറച്ചു വെക്കാനുള്ളതല്ല, പ്രാപിച്ച വെളിച്ചം മറച്ചു വെക്കാനുള്ളതല്ല. അത് ഉയർത്തിപ്പിടിക്കുവാൻ എത്ര പേര് തയ്യാറാകും? ഈ ദീപശിഖ ഉയർത്തുവാൻ തയ്യാറുള്ളവർ ഇന്ന് പകൽ കരങ്ങളടിച്ചൊന്ന് ദൈവത്തെ ആരാധിച്ച് നിന്നിലുള്ള വെളിച്ചമൊന്ന് കത്തട്ടെ. ആത്മനിറവിലൊന്ന് ആരാധിച്ച്. നീ ക്ഷീണിച്ചു പോകരുത്, നീ തളർന്നു പോകരുത്, നീ ഒളിച്ചു വെക്കരുത്. നീ പ്രാപിച്ച കൃപ ഉയർത്തി പിടിക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആലോചന പറയുന്നു. ഓ അത് പറഞ്ഞിട്ട് കർത്താവ് ഒരു കാര്യം പറഞ്ഞു. സ്തോത്രം. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. നിങ്ങൾ അളന്നില്ലെങ്കിലോ കിട്ടത്തില്ല. ഉള്ളവന് പിന്നെയും കൊടുക്കുമെന്ന്, ഇല്ലാത്തവന് ഉള്ളതും കൂടെ എടുത്തു കളയും. താലന്തിൻ്റെ ഉപമയിലേക്ക് വന്ന കാര്യം മനസ്സിലാകും. 2 കൊടുത്തവൻ 4 ആക്കി, 5 കൊടുത്തവൻ 10 ആക്കി. 1 കൊടുത്തവൻ പറയാ, തിരിച്ച് ചോദിക്കാൻ ഞാൻ പറയാ, ഒന്നുമില്ല, ആ 1 തന്നെയുണ്ട്, അവിടെയും കുഴിച്ചിട്ടിട്ടുണ്ട്. കാരണം എന്താ ചോദിച്ചു പറയാ, എന്നത് ശിവന് 5 കൊടുത്തില്ലേ, അജിപ്പാസിന് 2 കൊടുത്തില്ലേ, ജോയി വരുമ്പോൾ അവന് ഒരെണ്ണം എന്നടിക്കാൻ. അല്ലെ എന്നോട് മാത്രം എന്നാ ഇത്ര പക്ഷപാതം കാണിക്കാൻ? ഞാനും ദൈവത്തിലല്ലേ സേവിക്കുന്നത്, ഞാനും രക്ഷിക്കപ്പെട്ട ആളല്ലേ. എന്നോടെന്താ കർത്താവ് ഇങ്ങനെ പക്ഷപാതം കാണിക്കുന്നത്? എല്ലാവരും ദൈവമക്കളാണെങ്കിലും എല്ലാവർക്കും ഒരേ സിറ്റുവേഷൻ അല്ല ജിച്ചായ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാവുന്നൊരു സഹോദരൻ പറഞ്ഞാട്ടെ. വചനം നമ്മെ പഠിപ്പിക്കുന്നൊരു സത്യമുണ്ട്. നമ്മൾ കമ്പയർ ചെയ്യരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യരുത്. ഞാൻ ബെന്നിഹിനെ ഞാനുമായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല, എനിക്ക് അതുപോലെ ആകാൻ ശ്രമിക്കാൻ പാടില്ല. ലോകത്തിൽ ഒറ്റയ്ക്കൊരു ബെന്നിഹിന്നേ ഉള്ളൂ, അത് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുകയാണ്. സ്തോത്രം പറഞ്ഞാട്ടെ. ഈ ലോകത്തിൽ ഒരേ ഒരു ജോയി പെരുമ്പാവരേ ഉള്ളൂ, അത് ഞാനാ. എൻ്റെ ശുശ്രൂഷ ചെയ്യാൻ വേറൊരാൾക്ക് പറ്റത്തില്ല. സ്തോത്രം പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇനി വേദപുസ്തകത്തിൽ നിന്ന് പറയാം. പത്രോസിനോട് കണ്ടു, പത്രോസേ, ആമേൻ സ്തോത്രം, നീ ഇപ്പോൾ ചെറുപ്പക്കാരനാ, നീ വൃദ്ധനായ ശേഷം നിന്റെ അരകെട്ടിയിട്ട് നിനക്കിഷ്ടമില്ലാത്തിടത്തേക്ക് നിന്നെ കൊണ്ടുപോകും എന്ന് അവൻ്റെ മരണവിധം കർത്താവ് സൂചിപ്പിച്ചു. എന്ന് വെച്ചാൽ അവൻ രക്തസാക്ഷിയാകി മരിക്കുമെന്നാണ് കർത്താവ് പറഞ്ഞത്. സ്തോത്രം. ഹല്ലേലൂയ. ഇത് പറഞ്ഞപ്പോൾ പത്രോസിന് കാര്യം പിടികിട്ടി, ഞാൻ രക്തസാക്ഷിയായിട്ട്. അപ്പോഴാണ് യോഹന്നാൻ വരുന്നത്. സ്തോത്രം. യോഹന്നാൻ ഇങ്ങനെ നടന്നു വരിക. യോഹന്നാൻ ഏറ്റവും സ്നേഹിക്കുന്ന ശിഷ്യനാണ്, ആ കൂട്ടത്തിൽ ഏറ്റവും ഇളയ ആളാണ്, ഏജിൽ ഇച്ചിരി കുറവാണ്. സ്തോത്രം. ആമേൻ. യേശു സ്നേഹിക്കുന്ന ശിഷ്യനെന്ന യോഹന്നാൻ തന്നെ എപ്പോഴും പറയുന്നത്. അതിൻ്റെ കാരണം എന്നറിയാമോ? എപ്പോൾ വട്ടം കൂടിയിരുന്നാലും യോഹന്നാൻ ഇരിക്കുന്ന യേശുവിൻ്റെ മാറോട് ചാരിയിട്ടാണ്. ആ ഹൃദയമിടിപ്പ് കേട്ടോണ്ടാണ് യോഹന്നാൻ ഇരിക്കുന്നത്.
ആ ഹൃദയമിടിപ്പ് കേട്ട യോഹന്നാൻ ലേഖനം എഴുതിയപ്പോൾ അതിൽ നിറച്ചെഴുതി വെച്ചൊരു വാക്യമുണ്ട്. ആമേ അന്യോന്യം സ്നേഹിക്കണമെന്ന്. സ്തോത്രം. ആമേ സഹോദരനെ സ്നേഹിക്കണമെന്ന്. ദൂടാനാഭാഷ കർത്താവിൻ്റെ ടങ്കിൽ നിന്ന് കേട്ട ഹൃദയമിടിപ്പ് സ്നേഹത്തിൻ്റെ ഭാഷയാണെന്ന് യോഹന്നാൻ അറിയാം. ഹല്ലേലൂയ. ഇന്ന് പകൽ ആ സ്നേഹം ആചരിക്കുന്നവർ കരങ്ങളുയർത്തൊരു സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ദൂടാബാലഭാഷ പെറ്റമ്മ ചിലപ്പോൾ മറന്നേക്കാം. ഹല്ലേലൂയ. സ്തോത്രം. സ്വന്തക്കാർ മറന്നേക്കാം. രക്തബന്ധത്തിലുള്ളവർ ഒരുപക്ഷെ കരുതിയില്ലെന്ന് വരാം. നമ്മൾക്കൊരു കഷ്ടത വരുമ്പോൾ പ്രാർത്ഥിക്കാൻ ദൈവമക്കളേ ഉള്ളൂ, പ്രാർത്ഥിക്കാൻ ദൈവസഭയേ ഉള്ളൂ. ഹല്ലേലൂയ. ഈ ദൈവ സ്നേഹത്തിലേക്ക് നമ്മളെ കൂട്ടിവരുത്തിയ ആ കർത്താവിന് കരങ്ങൾ ഉയർത്തൊരു സ്തോത്രം പറഞ്ഞാട്ടെ. നിനക്ക് വേണ്ടി കരയുവാൻ ഒരു ദൈവദാസനെ ദൈവം തന്നിട്ടുണ്ട്. നിനക്ക് വേണ്ടി കരയുവാൻ ഒരു കർത്തൃദാസിയെ ദൈവം തന്നിട്ടുണ്ട്. നിനക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുവാൻ സഹോദര വർഗങ്ങളെ ദൈവം തന്നിട്ടുണ്ട്. സ്നേഹം അതാ ചങ്കിച്ചാരി ഇന്നിപ്പോൾ കിട്ടി. ഹൃദയമിടിപ്പ് മനസ്സിലായി. സ്നേഹം സ്നേഹം സ്നേഹം. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ വരുന്ന കണ്ടപ്പോൾ പത്രോസിനൊരു കുശുമ്പ്. ഞാൻ രക്തസാക്ഷിയായിട്ട് മരിക്കും. അപ്പൊ ഈ പുള്ളിയോ? കർത്താവിന് ആ ചോദ്യമേ ഇഷ്ടപ്പെട്ടില്ല. കർത്താവ് പറയാ, ഞാൻ വരുന്നത് വരെ അവൻ ഇരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടിൽ നിനക്കെന്താ? നിനക്കെന്താ? ഞാൻ രണ്ടാമത് വരുന്നവരെ ചിലപ്പോൾ അവന് ആയുസ് കൊടുത്ത് ഞാൻ ഇരുത്താൻ പോവാ. നിനക്കെന്താ കാര്യം? നിന്റേത് രക്തസാക്ഷിയാകുക എന്നുള്ളതാണ്. സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ ദൗത്യമാണ് നീ ചെയ്യേണ്ടത്. നീ കമ്പയർ ചെയ്യരുത്. മറ്റു പെന്തക്കോസുകാരിയുമായി കമ്പയർ ചെയ്യരുത്. മറ്റു പെന്തക്കോസുകാരനുമായി കമ്പയർ ചെയ്യരുത്. മറ്റൊരു ദൈവദാസനുമായി നിന്നെ കമ്പയർ ചെയ്യരുത്. നിന്നെ താരതമ്യപ്പെടുത്തരുത്. ആമേ. നിന്റെ ശുശ്രൂഷയല്ല അവരുടെ ശുശ്രൂഷ, അവരുടെ ശുശ്രൂഷയല്ല നിന്റെ ശുശ്രൂഷ. അവരെ പോലെ ആകാനല്ല ദൈവം നിന്നെ വിളിച്ചത്. ദൈവം എന്തേൽപ്പിച്ചുവോ അത് വിശ്വസ്തയോടുകൂടെ ചെറുതായാലും വലുതായാലും ചെയ്യുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൈവം താങ്കളെ ഏൽപ്പിച്ചത് ചെയ്യൂ. ആമേൻ. അല്പത്തിൽ വിശ്വസ്തനായിരുന്നാൽ ദൈവം നിന്നെ അധികത്തിന് വിചാരകനാക്കും. ഒരിക്കലും കമ്പയർ ചെയ്യരുത് കേട്ടോ. മറ്റുള്ള വിശ്വാസികളുമായി താരതമ്യം ചെയ്യരുത്. ചിലർക്ക് ഭയങ്കര കഷ്ടത, ചിലർക്ക് ഭയങ്കര സമ്പന്നത. അതൊക്കെ ദൈവം വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. സ്തോത്രം. എല്ലാവരും ഈ ഭൂമിയിൽ വേണമല്ലോ. സ്തോത്രം. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഒരിക്കലും ആമേ സ്തോത്രം ദൈവമക്കൾ ഉപദേശിയാകണമേ, എല്ലാവരും ഉപദേശിയാകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാറില്ല. സ്തോത്രം. എല്ലാവരും കർത്താവിൻ്റെ വേലക്കാർ അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാറില്ല. സ്തോത്രം. വിളിക്കപ്പെട്ടവർ മാത്രമേ കർത്താവിൻ്റെ വേലക്കാരാകാവൂ. സ്തോത്രം. അപ്പോൾ ബാക്കിയുള്ളവരോ? ഞാൻ പ്രാർത്ഥിക്കുന്നതാണ് കർത്താവിന് എല്ലാവരെയും വേണം. അഭിഷേകമുള്ള നേഴ്സിനെ കർത്താവിന് വേണം. അഭിഷേകമുള്ള ഡോക്ടറെ വേണം. അഭിഷേകമുള്ള ഡ്രൈവറെ വേണം. അഭിഷേകമുള്ള ഒരു തൂപ്പുകാരനെ വരെ കർത്താവിന് വേണം. ഒറ്റ ക്വാളിറ്റിയേ ഉള്ളൂ. ഏത് ജോലിയാണെന്നുള്ള വിഷയം, നീ അഭിഷേകമുള്ളവനായിരിക്കണമെന്ന്. ഹല്ലേലൂയ. നീ ചെയ്യുന്ന ജോലി മണ്ഡലത്തിൽ നീ അഭിഷേകമുള്ളവനാണെങ്കിൽ അവിടെ നിനക്കൊരു ശുശ്രൂഷയുണ്ടെന്ന് ദൈവാത്മാവ് ഈ പകൽക്കാലം ദൂത് പറയുന്നു. എല്ലാവരും ഉപദേശിയായിട്ടല്ല വേല ചെയ്യുന്നത്. എല്ലാവരും പാസ്റ്ററായിട്ടല്ല വേല ചെയ്യുന്നത്. എല്ലാവരും അപ്പോസ്തലനായിട്ടല്ല വേല ചെയ്യുന്നത്. നീ ചെയ്യുന്ന ജോലി സ്ഥലത്ത് നീ അഭിഷേകമുള്ളവനായി നിൽക്കണമെന്ന് ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഓ റീഗാനഭഷ്യ. നീ പ്രാർത്ഥനയോടെ അത് ചെയ്യുമ്പോൾ, നീ പ്രാർത്ഥനയോടെ മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ ആ വ്യക്തികൾക്ക് രൂപാന്തരം വരുത്തുവാൻ ദൈവം വിശ്വസ്തനാണെന്ന് ദൈവാത്മാവ് ദൂത് പറയുന്നു. അതുകൊണ്ട് കമ്പയർ ചെയ്യണ്ട. ഇപ്പൊ ദൈവം എന്ത് സ്ഥാനത്ത് ആക്കിയേക്കുന്ന അവിടെ അഭിഷേകത്തോടെ നിൽക്കുക. സ്തോത്രം. അതിൽ വിശ്വസ്തനായിരിക്കുമ്പോൾ ദൈവം അധികത്തിന് വിചാരകനാക്കും. അപ്പൊ അതുകൊണ്ട് വിളക്ക് കത്തിച്ച് ഒളിച്ചു വെക്കല്ലേ സഹോദരന്മാരെ, സഹോദരിമാരെ. അത് തണ്ടിന്മേൽ ഭിത്തിയിൽ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചാൽ ഒത്തിരി പേര് വെളിച്ചം കാണും. സ്തോത്രം. ഇങ്ങനൊരു സഭ ഇവിടെ രൂപപ്പെട്ടതിലേക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെയുള്ള കർത്താവിൻ്റെ ദാസരും ദാസിയും അതിനുവേണ്ടി വളരെ വില മുടക്കി നിൽക്കുന്നുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇതൊരു വലിയ സഭയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്.
ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവം ഇതിനെ വളർത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്താ കാര്യം? ആമേൻ, സ്തോത്രം. ഉള്ളവന് പിന്നെയും കൊടുക്കും എന്ന് വെച്ചാൽ കിട്ടിയത് വിനിമയം ചെയ്തുകൊണ്ടിരിക്കുന്നവന് പിന്നെയും പിന്നെയും കൃപ കിട്ടിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഒരു കൊച്ചു പാട്ടുപാടാനാണോ ദൈവം നിനക്ക് കൃപ തന്നത്? നീ പാടിക്കൊണ്ടിരിക്കാമെങ്കിൽ ഹല്ലേലൂയ, ദൈവം നിനക്ക് അധികം കൃപ തന്നുകൊണ്ടേയിരിക്കും. ഉടബലപക്ഷി ആത്മാവിൽ പാടുവാൻ, അന്യഭാഷയിൽ പാടുവാൻ, നൃത്തം വെച്ച് പാടുവാൻ, നിന്റെ പാട്ട് കേൾക്കുന്ന മാത്രയിൽ ഭൂതങ്ങൾ വിട്ടുപോകുവാൻ, രോഗികൾ സൗഖ്യമാകുവാൻ, അഭിഷേകമുള്ള പാട്ട് പാടുമ്പോൾ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകുന്ന മണ്ഡലത്തിലേക്ക് നിന്നെ ഉയർത്തുവാൻ നീ കിട്ടിയത് ഉപയോഗിച്ചു കൊണ്ടിരിക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുന്നു. 1 താലന്ത് കിട്ടിയവൻ പൂഴ്ത്തി വെച്ചതുപോലെ, അവൻ ഒളിച്ചു വെച്ചതുപോലെ, അവൻ മറച്ചു വെച്ചതുപോലെ പൂഴ്ത്തി വെക്കരുത്. നിന്നിലുള്ള കൃപാവരം ജ്വലിപ്പിക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് പകൽക്കാലം ദൂത് നിന്നോട് വിളിച്ചു പറയുന്നു. നീ ഒളിച്ചു വെക്കരുത്. ഒളിച്ചു വെച്ചാൽ ഉള്ളത് കൂടെ എടുത്ത് വേറെ കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ഇല്ലാത്തവന്റെ കിട്ടിയ ഒരെണ്ണം കൂടി എടുത്ത് 5 കിട്ടിയവന് കൊടുക്കും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ മടുത്തോ? വിശക്കുന്നുണ്ടോ? ഇല്ല. സ്തോത്രം. 1 മണിയായില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്ന വചനങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുക. ഇതൊക്കെ പഠിപ്പിച്ച ശേഷം നമ്മൾ വായിച്ച വേദഭാഗത്തേക്ക് വരിക. അന്ന് സന്ധ്യയായപ്പോൾ കർത്താവോട് പറയാണ്, ലെറ്റ് us cross over to the other side. നമുക്ക് അക്കരയിലേക്ക് ക്രോസ് ചെയ്ത് പോകാം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ക്ഷീണിതനാണ്. പകൽ മുഴുവൻ ഒരു ബൈബിൾ ക്ലാസ്, ഒരു പ്രസംഗം കഴിയുമ്പോൾ പറയാം ഒരു ഉപദേശിക്ക് ക്ഷീണമെന്നാണ്. സാധാരണ ആൾക്കാർ ചോദിക്കാണ്ട് ഈ ഉപദേശിമാർക്ക് എന്നാ പണിയുള്ളത്? എഴുന്നേറ്റ് നിന്ന് ഒരു സങ്കീർത്തനം വായിക്കുക, പ്രസംഗിക്കുക, സ്തോത്രാഴ്ച എടുക്കുക, പണി തീർന്നു. ഞങ്ങൾ ഒരാഴ്ച മുഴുവൻ ഓടി നടന്ന് കഷ്ടപ്പെടുക. സ്തോത്രം. ആമേൻ. എൻ്റെ ദൈവമക്കളെ, ഇതൊരു വെറും പ്രസംഗം മാത്രമല്ല, ഇതൊരു യുദ്ധമാണ്. സ്തോത്രം. ഹല്ലേലൂയ. പൈശാചിക മണ്ഡലത്തിൻ്റെ പോരാട്ടങ്ങൾ ഏറ്റുപിടിച്ചുകൊണ്ട് ആമേൻ അതിൻ്റെ മീതെ അഭിഷേകത്തോടെ കയറി നിന്ന് ജയിച്ചു വേണം ഈ ശുശ്രൂഷ ചെയ്യാനായിട്ട്. ഹല്ലേലൂയ. ഉടമ നിസ്സാര പണിയല്ല. ഹല്ലേലൂയ. ആമേൻ. ആകയാൽ ഇന്ന് പകൽക്കാല ദൈവാത്മാവ് പറയാൻ, എൻ്റെ കർത്താവ് പറയാ, എനിക്ക് റെസ്റ്റ് ആവശ്യമുണ്ട്, നമുക്ക് അക്കരയ്ക്ക് പോകാം. ഹല്ലേലൂയ. ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ചത് നമ്മുടെ ഇഷ്ടപ്രകാരം പോകാനല്ല, കർത്താവിന് പോകേണ്ട ഇടത്തേക്ക് പോകാനാണെന്ന് വിശ്വസിക്കുന്നവർ സ്വതന്ത്രം പറഞ്ഞാടെ. ഹല്ലേലൂയ. നിനക്ക് ഇഷ്ടമുള്ളിടത്ത് നിൽക്കാനല്ല ദൈവം നിന്നെ വിളിച്ചത്. മനുഷ്യന്റെ കാലഗതികൾ, ഹല്ലേലൂയ, മനുഷ്യന്റെ ഇഷ്ടപ്രകാരമല്ല, യഹോവേ നിന്റെ ഹിതം പോലെയാണെന്ന്. ഇംഗ്ലീഷിൽ മൈ ടൈംസ് ആർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ലോർഡ്. അല്ലേ? എൻ്റെ സമയങ്ങളെല്ലാം, എൻ്റെ കാലങ്ങൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ലോർഡ്. സ്തോത്രം. ഞാൻ ഗൾഫിലായിരിക്കണോ, ഇന്ത്യയിലായിരിക്കണോ, UK-യിലായിരിക്കണമോ, അമേരിക്കയിലായിരിക്കണമോ, അത് ഏത് സമയത്തായിരിക്കണം എന്ന് നിശ്ചയിക്കുന്നത് ഞാനല്ല, എൻ്റെ ദൈവമാണ്. മൈ ടൈംസ് ആർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ലോർഡ്. ദൈവം എന്നെ ഓരോ സ്ഥലത്താക്കുമ്പോഴും അതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന സ്തോത്രം പറഞ്ഞാട്ടെ. അത് വിശ്വസിക്കുന്നവർക്ക് വാട്ടം വരത്തില്ല, അത് വിശ്വസിക്കുന്നവർക്ക് ക്ഷീണമുണ്ടാകത്തില്ല, അത് വിശ്വസിക്കുന്ന നിരാശയുണ്ടാകത്തില്ല. ഞാൻ എൻ്റെ 20-ാമത്തെ വയസ്സിൽ സ്തോത്രം ബൈബിൾ സ്കൂളിൽ പഠിക്കാൻ പോയ ആളാണ്. സ്തോത്രം. ആമേൻ. 12-ാമത്തെ വയസ്സിൽ സൺഡേ സ്കൂൾ പഠിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ട ആളാണ്. ആമേൻ. സ്തോത്രം. 20-ാമത്തെ വയസ്സിൽ വേലക്കിറങ്ങിയ എനിക്കിപ്പോൾ 60 വയസ്സുണ്ട്. വയസ്സ് പറയാനൊന്നും എനിക്ക് നാണമില്ല. സ്തോത്രം. 40 വർഷങ്ങൾ കഴിഞ്ഞു ഞാൻ ഇവിടെ ഒന്ന് വരാൻ. സ്തോത്രം. ആദ്യമായിട്ട് വരിക. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എപ്പോൾ ഉപസിച്ചാലും എല്ലാ വർഷവും 40ഉം 7ഉം ഒക്കെ ഇങ്ങനെ ഇരിക്കും. സ്തോത്രം. അവൻ ഇരിക്കുന്നത് ഗൾഫിൽ പോകാൻ, അമേരിക്ക പോകാനല്ല കേട്ടോ, ആത്മീയമായ കൃപകൾ പ്രാപിക്കാനാണ്. പക്ഷേ അവൻ ഓരോ ദിവസവും ഓരോ പ്രവാചകന്മാരുണ്ടാകും. സ്തോത്രം. അവരെല്ലാം വെച്ച് വിളമ്പുവാൻ എൻ്റെ ഭാര്യ വളരെ സമർത്ഥയാണ്. 21 ദിവസം പ്രാർത്ഥന എടുക്കുകയാണെങ്കിൽ 21 ദൈവദാസന്മാർ വീട്ടിൽ വരും. അവർ ഉണ്ടും ഉറങ്ങിയും കിടന്നും പോകും. സ്തോത്രം. അവരാ സന്തോഷത്തിന് പോകുന്നിടത്ത് പറയും, നിന്നെ ഞാൻ ആഫ്രിക്കയിലേക്ക്, നിന്നെ UK-യിലേക്ക്, നിന്നെ അമേരിക്കയിൽ, യൂറോപ്പ് രാജ്യങ്ങളുടെ ഖണ്ഡങ്ങളിൽ നിന്നെ ഞാൻ തേരപ്പാര് ഓട്ടിക്കുമാറാക്കും എന്നൊക്കെ പറഞ്ഞ് ദൂത് കേട്ട് ഞാനിപ്പോൾ ഓടാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുക. സ്തോത്രം. 40 വർഷം കഴിഞ്ഞിട്ടും ആമേ കേരളം വിട്ട് പുറത്തു പോകാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. സ്തോത്രം. പ്രവാചകനല്ല, ദൈവമാണ് നിശ്ചയിക്കുന്നത്. മൈ ടൈംസ് ആർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ലോർഡ്. ഹല്ലേലൂയ.
ഹല്ലേലൂയ. എൻ്റെ കാലഗതികൾ നിന്റെ കയ്യിലിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവർ സ്വോത്രം പറഞ്ഞ് വായി തുറന്ന് ഹല്ലേലൂയ. സമയമായപ്പോൾ, ദൈവത്തിൻ്റെ പദ്ധതിയായപ്പോൾ ഹല്ലേലൂയ, ഈ പ്രിയ സിബിൻ ബ്രദർ പറഞ്ഞു, പാസ്റ്റർ ഇങ്ങോട്ടൊന്ന് വാ, ഹല്ലേലൂയ, ഇങ്ങോട്ടൊന്ന് വാ. അദ്ദേഹത്തിന് എന്നെ വിളിക്കേണ്ട ഒരു കാര്യവുമില്ല. ആമേൻ, സ്തോത്രം. പക്ഷേ ദൈവത്തിൻ്റെ സമയമായപ്പോൾ ദൈവാത്മാവ് പ്രേരിപ്പിച്ച് വഴിയൊരുക്കി. ഹല്ലേലൂയ. ദൈവം വിശ്വസ്തനാണെന്ന് വിശ്വസിക്കുന്നവർ ആ കരങ്ങൾ ഉയർത്തി ദൈവത്തിനൊരു സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ദൈവമാണ് എല്ലാം ചെയ്യുന്നത്. ഒന്നുകൂടെ പറയാം, ദൈവാത്മാവ് പറയാം, മൈ ടൈംസ് ആർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ലോർഡ് എന്ന്. ദൈവത്തിൻ്റെ കയ്യിലാണ് താങ്കളുടെ സമയം. എവിടെ ആയിരിക്കണമെന്ന് തമ്പുരാനാ നിശ്ചയിക്കുന്നത്. സ്തോത്രം. അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞു. സ്തോത്രം. അവർ പുരുഷാരത്തെ വിട്ടു. അമീൻ പടകിൽ കയറിപ്പോയി. കൂടെ ചെറുപടകുണ്ടായിരുന്നു. ഇനി മെസ്സേജ് പെട്ടെന്ന് അവസാനിപ്പിക്കും. എനിക്ക് ആമേൻ 50 വരെ സമയം തന്നിട്ടുണ്ട് ദൈവദാസൻ. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ പോയി. ഈ 37-ാം വാക്യം വായിക്കുമ്പോൾ, അപ്പോൾ വലിയൊരു ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ തിര തള്ളിക്കയറുക കൊണ്ട് അത് മുങ്ങുമാറായി. സ്തോത്രം. അടുത്ത വാക്യം, അവൻ അമരത്ത് തലവെച്ച് ഉറങ്ങുകയായിരുന്നു, തലയണ വെച്ച്. അവർ അവനെ ഉണർത്തി, ഗുരോ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. സ്തോത്രം. എൻ്റെ കർത്താവിൻ്റെ ഉറങ്ങുന്നൊരു ചിത്രം നമുക്കവിടെ കാണാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ഉറങ്ങുന്ന ചിത്രം കാണുമ്പോൾ ഞാൻ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്. നമ്മൾ ഇതുപോലെ നമ്മെ അറിയുന്നൊരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ക്ഷീണമറിയുന്നവൻ ഇല്ലേ? കർത്താവ് നമ്മുടെ ആത്മീയം മാത്രമല്ല നോക്കുന്നത്. എത്ര പാട്ടുപാടി അന്യഭാഷ പറഞ്ഞു കൈയടിച്ചൊന്നും മാത്രമല്ല, നമ്മുടെ കൈയുടെ വേദന അറിയുന്നൊരു ദൈവമുണ്ട്, നടുവിൻ്റെ വേദന അറിയുന്ന ദൈവമുണ്ട്, ശരീരത്തിൻ്റെ ക്ഷീണം അറിയുന്നൊരു കർത്താവുണ്ട്, ഉറക്ക ക്ഷീണം ഉണ്ടെങ്കിൽ അത് തിരിച്ചറിയുന്നൊരു കർത്താവുണ്ട്. അവൻ എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? എൻ്റെ ക്ഷീണമറിഞ്ഞ് അവൻ സ്നേഹത്തോടെ എന്നെ നോക്കുന്നൊരു കർത്താവ് ഇന്നിവിടെ കടന്നു വന്നിട്ടുണ്ടെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അവൻ ഇതുപോലെ എൻ്റെ ഭാരങ്ങൾ സഹിച്ചിട്ടുള്ളവരാണ്. അവൻ പട്ടിണി കിടന്നിട്ടുണ്ട്, അവന് സ്തോത്രം ആഹാരമില്ലാതെ വന്നിട്ടുണ്ട്, അവന് ശരീരത്തിൽ ക്ഷീണം വന്നിട്ടുണ്ട്, അവന് ഉറക്ക ഭാരമുണ്ടായിട്ടുണ്ട്. ഓ റബ ഷിഖേന റബസ്യ, അവൻ നിന്ദ അനുഭവിച്ചിട്ടുണ്ട്, അവൻ അപമാനമേറ്റി, അവൻ ആക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്, അവനെ സമൂഹത്തിൽ വെച്ച് കളിയാക്കിയിട്ടുണ്ട്, അവനെ കുറിച്ച് ആമേൻ അപ്പനില്ലാത്തവൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, അവൻ ഭൂതമുള്ളവനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ റീബലമഷ്യ, ഇതെല്ലാം അനുഭവിച്ച ഒരു കർത്താവിനെയാണ് ഞാൻ സേവിക്കുന്നത്. അവൻ എൻ്റെ ഹൃദയത്തിലെ വേദന അറിയുന്നവനാണ്. എൻ്റെ എല്ലാ ദുഃഖവും എൻ്റെ യേശുവിന് മനസ്സിലാകും. എൻ്റെ കർത്താവിന് മനസ്സിലാക്കാൻ കഴിയാത്തൊരു ഭാരം ഈ ലോകത്തിലില്ല. എല്ലാം അറിയുന്നവനെയാണ് ഞാൻ സേവിക്കുന്നത്. അതുപോലെ ക്ഷീണിച്ച അമരത്ത് തലയണ വെച്ച് കർത്താവ് കിടന്നുറങ്ങുക. കുറെ കഴിഞ്ഞപ്പോൾ ഭയങ്കര ചുഴലിക്കാറ്റുണ്ടായി. ആ ചുഴലിക്കാറ്റത്ത് വെള്ളം ഈ പടകിലേക്ക് അടിച്ചു കയറി. ആമേ, സ്തോത്രം. തിര തള്ളിക്കയറി. ഞാൻ അതിനെങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്? ശാന്തമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വീട്ടിലേക്ക്, ശാന്തമായി പോയിക്കൊണ്ടിരുന്ന ഒരു കുടുംബത്തിലേക്ക് പെട്ടെന്നൊരു പ്രതികൂലത്തിൻ്റെ തിര തള്ളിക്കയറി വന്നു. സ്തോത്രം. ഉടമൽ ആരായാലും പകച്ചു പോകും, ആരായാലും പകച്ചു പോകും, ആരായാലും തകർന്നു പോകും. അപ്രതീക്ഷിതമായി, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അവസ്ഥയിൽ ആമേൻ ചില പ്രതികൂലങ്ങളുടെ, പ്രശ്നങ്ങളുടെ, സാമ്പത്തിക ഞെരുക്കങ്ങളുടെ, രോഗങ്ങളുടെ, ആമേൻ എതിരുകളുടെ നിര തള്ളിക്കയറി വന്നപ്പോൾ പകയ്ക്കാത്തവരാരാണുള്ളത്? ഹല്ലേലൂയ, സ്തോത്രം. അവരും പകച്ചുപോയി. ആമേൻ മുങ്ങുമാറാക്കി എന്ന് എഴുതിയിട്ടുള്ളത്. ആമേൻ, സ്തോത്രം. ഇനി നിലനിൽപ്പില്ല, ഇതോടെ തീർന്നു, ഹല്ലേലൂയ, അവസാനിച്ചു എന്ന ഘട്ടത്തിൽ വരെ എത്തിച്ചേർന്ന അന്തരീക്ഷങ്ങളുണ്ട്. ഇനി മടക്ക യാത്രയില്ല. ഐസിയുയിൽ വെച്ച് ഡോക്ടർ പോലും പറഞ്ഞു, ആമേൻ, ഹോ വി ആർ ഹെൽപ്ലെസ്, ആമേൻ, നിങ്ങൾ പ്രാർത്ഥിച്ചോളുക, അറിയിക്കേണ്ടവരെ അറിയിച്ചോളുക എന്നുവരെ പറഞ്ഞ സമയത്ത് ഇന്ന് പകൽ ദൈവാത്മാവ് പറയുന്നു, ഒരൊറ്റ നിമിഷത്തിന്റെ ശാസന കൊണ്ട്, ഒരു പരിശുദ്ധാത്മ വ്യാപാരം കൊണ്ട്, ഒരു പ്രാർത്ഥന കൊണ്ട്, ഒരു ആരാധന കൊണ്ട് കെട്ടുപൊട്ടിച്ചതുപോലെ ജീവിതത്തിലേക്ക് മടക്കി വരുത്തിയ ഒരു ദൈവമുണ്ട് ഈ പകൽക്കാലം. അവരെ ആരാധിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രശ്നങ്ങൾ എപ്പോഴും കടന്നു വരാം. ഗലീലക്കടലിന്റെ സ്വഭാവം അതാണ്. നോക്കിയിരിക്കുന്ന സമയത്ത് വയലന്റ് ആകും,
അപ്രതീക്ഷിതമായിട്ട്. അതാണ് അതിൻ്റെ സ്വഭാവം. 35 മൈൽ നീളമുണ്ട്. വീതിയുള്ള സ്ഥലത്ത് 8 മൈൽ വീതിയുണ്ട്. വീതിയില്ലാത്തിടത്ത് 5 മൈൽ വീതി. ഈ 5 മൈൽ വീതിയുള്ള സ്ഥലത്തൂടെ അവർ പോകുന്നത്. പക്ഷെ പ്രതീക്ഷിക്കാതെ ഗലീലക്കടൽ വയലൻ്റായി, അപ്രതീക്ഷിതമായി തിര തള്ളിക്കയറി. നമ്മളെത്ര ശാന്തമായി പോകുമ്പോഴും പ്രതീക്ഷിക്കാതെ ചില തിരകൾ തള്ളിക്കയറും. അത് രോഗമായിട്ട് വരും, ഒരു പ്രശ്നമായിട്ട് വരും, ഒരു പ്രതികൂലമായിട്ട് വരും. ഉടവലവശ്യ ഹല്ലേലൂയ. എന്നാൽ അവിടെ എന്നെ സന്തോഷിപ്പിച്ചൊരു കാര്യമുണ്ട്. ആമേൻ. ഇത്ര കൊടുങ്കാറ്റണിച്ചിട്ടും എൻ്റെ കർത്താവ് കണ്ണു തുറന്നില്ല. ആമേൻ. തിര തള്ളിക്കയറി, വെള്ളം പടകിൽ കയറിയിട്ടും കർത്താവ് ഉണർന്നില്ല. പക്ഷേ തൻ്റെ കുഞ്ഞുങ്ങൾ ഒരു നിമിഷം കരഞ്ഞപ്പോൾ, നിലവിളിച്ചപ്പോൾ കർത്താവ് ചാടി എഴുന്നേറ്റു. സ്തോത്രം. ഇന്ന് പകൽ ഹല്ലേലൂയ ആ സ്നേഹം തിരിച്ചറിയുന്നൊരു വായി തുറന്നൊരു സ്തോത്രം പറഞ്ഞാട്ടെ. ഉടവലവശ്യ ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ വളർത്തിയിട്ടുള്ള അമ്മമാർക്കറിയാം. ആമേൻ. അവരോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എത്ര ക്ഷീണിച്ച് കിടന്നുറങ്ങിയാലും അടുത്ത് കിടക്കുന്ന ചോരക്കുഞ്ഞൊന്ന് കരഞ്ഞാൽ നീ ഞെട്ടി ഉണരത്തില്ലേ? ഹല്ലേലൂയ. അപ്പന്മാർ ചിലപ്പോൾ ഉണരത്തില്ല. അവർ ചിലപ്പോൾ പോത്തുപോലെ ഉറങ്ങിയെന്ന് വരും. പക്ഷേ അമ്മയ്ക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. എത്ര ക്ഷീണിച്ചുറങ്ങിയാലും കുഞ്ഞ് പൊട്ടിക്കരഞ്ഞാൽ, കുഞ്ഞ് ഉറക്കെ കരഞ്ഞാൽ അമ്മ ചാടി എഴുന്നേൽക്കുന്നത് പോലെ അമ്മയുടെ ഹൃദയത്തോടെ എൻ്റെ യേശു തൻ്റെ ശിഷ്യന്മാരുടെ കരച്ചിൽ കണ്ടപ്പോൾ ചാടി എഴുന്നേറ്റതുപോലെ ഇന്ന് പകൽ ദൈവാത്മാ ഒരു കാര്യം വിളിച്ചു പറയുന്നു. നിന്റെ ഉള്ള് തകർന്നെങ്കിൽ, നിന്റെ നെഞ്ച് തകർന്നെങ്കിൽ, നിന്റെ കണ്ണ് നനഞ്ഞെങ്കിൽ, നിന്റെ ഹൃദയം നുറുങ്ങിയെങ്കിൽ ഈ പകൽ എൻ്റെ കർത്താവ് നിന്റെ വിഷയത്തിന് വേണ്ടി ചാടി എഴുന്നേറ്റ ദിവസമാണെന്ന് വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ വായു തുറന്ന ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആമേ. കരങ്ങളടിച്ച് ദൈവത്തിനൊരു മഹത്വം കൊടുത്താട്ടെ. നിന്റെ കരച്ചിൽ കണ്ടവൻ അവൻ ചാടി എഴുന്നേൽക്കുന്നു. അവൻ ചാടി എഴുന്നേൽക്കുന്നു. ആമേ. ഹല്ലേലൂയ. നിന്റെ കണ്ണുനീർ കണ്ടവൻ, നിന്റെ കണ്ണ് നനയുന്നത് കണ്ടവൻ, നിന്റെ ഹൃദയത്തിന്റെ നുറുക്കം കണ്ടവൻ, നിന്റെ വേദന കണ്ടവൻ ഈ പകരവൻ ചാടി എഴുന്നേൽക്കുന്നു. അവരെഴുന്നേറ്റു കഴിഞ്ഞു. നിന്റെ കണ്ണുനീര് അവൻ കണ്ടിട്ടുണ്ട്, നിന്റെ ഭാരം അവൻ കണ്ടിട്ടുണ്ട്, നിന്റെ നെടുവീർപ്പ് അവൻ കണ്ടിട്ടുണ്ട്, നിന്റെ ഹൃദയ തകർച്ച അവൻ കണ്ടിട്ടുണ്ട്, നിന്റെ ഭാരം അവൻ കണ്ടിട്ടുണ്ട്. യേശു എഴുന്നേറ്റ് കാറ്റിനെ തിരയൊക്കെ ശാസിച്ചു. ഒരു ഭാഷയിൽ അത് ഒരു ശക്തിയെ ശാസിക്കുന്നത് പോലെയാണ് ശാസിച്ചിട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം ഈ തിര സാധാരണ തിരയല്ല, ഈ ചുഴലിക്കാറ്റ് സാധാരണ ചുഴലിക്കാറ്റല്ല. അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു സാത്താന്യ ശക്തിയാണ്. ആമേൻ. എല്ലാ രോഗവും സാധാരണ രോഗമല്ല. ആമേൻ. ഡോക്ടർമാർ ഒരിക്കൽ പോകുന്നു, പരിശോധിക്കുന്നു, മരുന്നുകൾ കഴിക്കുന്നു, പക്ഷെ മാറുന്നില്ല. ആമേൻ. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒരു പൈശാചിക ശക്തിയാണ്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. എല്ലാ രോഗവും സാധാരണ രോഗമല്ല. ചില രോഗങ്ങളുടെ പിന്നിൽ വ്യാപരിക്കുന്നത് അന്ധകാര ശക്തിയാണ്. ദേശത്തിൻ്റെ പോരാട്ടമാണ്, അന്യാരാധന പോരാട്ടമാണ്. ഉടവലവ് തിരിച്ചറിയുന്നവർ ഇന്ന് പകൽക്കാലം ആരാധിക്കുമെങ്കിൽ ഒരു വിടുതൽ ഇവിടെ വ്യാപരിക്കുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ദൂത് പറയുന്നു. ഹല്ലേലൂയ. ഇതൊരു സാധാരണ കേടല്ല, ഇതൊരു സാധാരണ രോഗമല്ല, ഇതൊരു സാധാരണ ക്ഷീണമല്ല, ഇതൊരു പോരാട്ടമാണ്. ഇത് ദേശത്തിന്റെ വെല്ലുവിളിയാണ്. ഇത് അന്യാരാധന പോരാട്ടമാണ്. ഈ പകൽ ഇതിന് എഴുന്നേറ്റ് ശാസിക്കുവാൻ എൻ്റെ യേശു വന്നിട്ടുണ്ട്. നിന്റെ ആരാധന മധ്യേ ഹല്ലേലൂയ അവന്റെ ശാസന ഉയരട്ടെ. ഒരു വിടുതൽ വ്യാപരിക്കട്ടെ. ഒരു കെട്ടുപൊട്ടിയതുപോലെ, ഒരു ബന്ധനം അഴിഞ്ഞതുപോലെ ഒരു വിടുതൽ ഇവിടെ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. അതിനുശേഷം കർത്താവ് ചോദിച്ചൊരു ചോദ്യമാണ്, നിങ്ങളിങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ? ആ ചോദ്യത്തിന് വലിയൊരു അർത്ഥമുണ്ട്. കർത്താവോട് പറഞ്ഞെന്താ? നാം അക്കരയ്ക്ക് പോകാമെന്ന്. അക്കരയ്ക്ക് പോകാൻ ഇവർ തീരുമാനമെടുത്തതല്ലല്ലോ, കർത്താവല്ലേ വിളിച്ചേ. കർത്താവ് വിളിച്ചിട്ടല്ലേ ഇറങ്ങി തിരിച്ചേ. കർത്താവ് വിളിച്ചിട്ട് ഇറങ്ങി തിരിച്ചിട്ട് പാതി വഴിക്ക് മുങ്ങിച്ചാകുമെന്ന് ചിന്തിച്ചാൽ അത് പിന്നെ ഭീരുത്വമല്ലാതെ, അവിശ്വാസമല്ലാതെ മറ്റെന്താണ്? വിളിച്ച ദൈവം വിശ്വസ്തനാണെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നിങ്ങൾ മിണ്ടുന്നില്ല.
ആമേൻ. ഹല്ലേലൂയ. വായ തുറന്ന് ദൈവത്തിന് സ്തോത്രം പറഞ്ഞാണ്. അക്കരയ്ക്ക് വിളിച്ചവൻ വഴിയിൽ പാതി വഴിയിൽ ഇട്ടേച്ച് പോകുമോ? വഴിയിൽ ഉപേക്ഷിക്കുമോ? നീ പാതി വഴിയിൽ നശിക്കാൻ അവൻ സമ്മതിക്കുകയില്ല.